ഓക്കെ ഓക്കെ എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്നാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും ഈ ഒരു മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്നത്. ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ ഇടാം. എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്? ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഇവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. ഓക്കെ, കണ്ണൂരിൽ നിന്നുണ്ട്, ഇടുക്കിയിൽ നിന്നുണ്ട്, മലപ്പുറം, അബുദാബി, ഓക്കെ, കാലിക്കറ്റ്, തലശ്ശേരി. ഓക്കെ, നിരവധി പേര് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ സെഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് Q&A സെഷനിലേക്ക് വരുന്നതായിരിക്കും. ഏറ്റവും അവസാനവും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഒന്ന്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു ഇൻസൈറ്റ്സ്, അതിനെക്കുറിച്ചുള്ള അവയർനെസ് എല്ലാവരിലേക്ക് എത്തുക. ഇതിന്റെ പ്രയോജനം എന്താണ്, നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ യൂസ് ചെയ്യാം, ഇത് വരുമാനം ഉണ്ടാക്കാൻ എങ്ങനെ യൂസ് ചെയ്യാം, ജോലി കണ്ടെത്തുന്നത് എങ്ങനെ, ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനായ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ നടത്തുന്ന പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഇതിനിടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ത്രൂ ഔട്ട് ഇതിനകത്ത് നമ്മുടെ പെയ്ഡ് കോഴ്സിനെ പറ്റി അവതരിപ്പിക്കല്ല, ഇതിന്റെ ഇടയിൽ ഒരു 10-15 മിനിറ്റ് നമ്മളത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നിരവധി കണ്ടന്റ് ഇതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റിന്റെ ഓപ്പൺ ആണ്. റെഡിയാണോ? ടോപ്പിക്കുകളിലേക്ക് പോകാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്, റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കാണുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, സോ ഇവയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹൗ ടു ഏൺ ₹36 lakhs പെർ ഇയർ യൂസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ എങ്ങനെ നമുക്ക് 36 ലക്ഷം രൂപ എന്ന് പറയുന്ന ഫിഗർ അച്ചീവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്, ഡൊമൈൻ നെയിംസ്, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം നമുക്ക് നമുക്ക് ആദ്യം ഈ വർഷത്തിന് 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടുന്നത് എങ്ങനെ എന്നുള്ളതിലേക്ക് തന്നെ കിടക്കുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ഈ ഒരു വരുമാനം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഇപ്പൊ മിഷൻ 36 lakhs എന്ന് പറയുന്ന ആ ഒരു ഫിഗറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഒരു മാസം എത്ര ലക്ഷം രൂപ ഏൺ ചെയ്യണം? ഒരു മാസം 3 ലക്ഷം എന്ന് പറയുന്ന ഫിഗർ നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷത്തെ 36 ലക്ഷം, 12 ഗുണം 3 36ലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ അതിനുവേണ്ടി 3 ലക്ഷം രൂപ ഏൺ ചെയ്യണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറയുന്ന സംഗതി നമ്മൾ പഠിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാം. നമുക്ക് അറിയാം, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, വാട്സാപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. സോ ഇതിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതിലാണ് കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഒരു ട്രഡീഷണൽ മാർക്കറ്റർ നോക്കിയാൽ വഴിയിലൊക്കെ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, പത്രത്തിൽ പരസ്യം ചെയ്യുക. സോ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് ലഭിക്കുന്നില്ല. അവർ ഒരുപാട് പൈസ ചെലവഴിച്ചിട്ട് ഉദ്ദേശിച്ച റിസൾട്ട് ലഭിക്കുന്നില്ല. അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ വളരെ പെട്ടെന്ന് ഫേസ്ബുക്കിലൂടെയും ഗൂഗിളിലൂടെയും മാർക്കറ്റ് ചെയ്ത് ബിസിനസ് കണ്ടെത്തുന്നു. ഇതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസും ടെക്നിക്സും യൂസ് ചെയ്യാൻ പറ്റും. ബിസിനസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ സർവീസസ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ അപ്പോൾ ഇതിന് എന്ത് സ്കില്ലാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഇതിന് മിനിമം 2 സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നമുക്കത് സാധ്യമാണ്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്കിലെ അഡ്വർടൈസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഡിസൈൻ ചെയ്യുന്നത്, പോസ്റ്ററുകൾ, ലോഗോയൊക്കെ ഡിസൈൻ ചെയ്യുന്ന. ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർവീസസ് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തെ ആദ്യത്തെ ഡിസൈൻ ചെയ്യുന്നത് തന്നെ കാണാം. അതിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. ഡിസൈൻ ചെയ്യുന്ന, അതായത് നമ്മളിപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് ലോഗോയും പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യാൻ പോകണം, മുൻ പരിചയമില്ല. അത് റെഡിയാണോ? യെസ്, റെഡിയാണ്. ഞാൻ ഇവിടെ പറയുന്ന ടൂളുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ആദ്യത്തെ ടൂൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ്. ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത്. ബിങ് ഇമേജ് ക്രിയേറ്റർ. ഓക്കെ, bing.com/create എന്ന് പറയുന്ന ഈ ഒരു ടൂള് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, bing.com/create നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിൻഡോ ലഭിക്കും. ഇവിടെ നമുക്ക് കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ജസ്റ്റ് കമാൻഡ് കൊടുത്താൽ മതി. കമാൻഡ് കൊടുത്താൽ നമുക്കത് ഡിസൈൻ ചെയ്ത് തരും. അപ്പൊ ഞാനിവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണെങ്കിൽ
ചെയ്യേണ്ടത്. ഇപ്പോൾ പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് എനിക്ക് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ഒരു പെർഫ്യൂം ബോട്ടിലാണ് എനിക്ക് വേണ്ടത് എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണെന്ന് പറയുന്നുണ്ട്. വിത്ത് ബ്രാൻഡ് നെയിം റോയൽ മാജിക്. റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമോട് കൂടിയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം, ഈ ഒരു കമാൻഡ്. സോ ഇതേപോലെ കമാൻഡ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ക്രിയേറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ തന്നെ നമുക്ക് തനിയെ ഡിസൈൻ ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. നമ്മുടെ പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇത് AI ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്നു കഴിഞ്ഞു. നമ്മുടെ പെർഫ്യൂം ബോട്ടിലിൽ 4 ഡിസൈനുകളാണ് ഒറ്റയടിക്ക് അത് ചെയ്തു തന്നിരിക്കുന്നത്. സോ ഓരോന്നും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബോട്ടിൽ വന്നിരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. മൂന്നാമത്തത്, നാലാമത്, ഒറ്റയടിക്ക് 4 ഡിസൈനാണ് അത് ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് ഒരെണ്ണം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സോ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് അത് നമുക്ക് നോക്കാം. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഡിസൈൻ ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ആണ് ഞാനിപ്പോൾ ഇവിടെ സൂം ഇൻ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെയാണത് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ആ പേര് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ചുകൊണ്ടുള്ള സൂപ്പർ ഡിസൈൻ ആണത് ചെയ്തു തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഡിസൈനിനകത്ത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും സാധ്യമാണ്. ഇവിടെ തന്നെ നമുക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ആ ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഞാനത് ആ സെയിം ഡിസൈൻ തന്നെ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അത് പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ആയി. ഇവിടെ എനിക്കൊരു ലോഗോ വെക്കണം. സോ ലോഗോ വെക്കണമെങ്കിൽ എനിക്ക് ഇവിടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോഗോ എടുത്ത് അവിടെ വെക്കാൻ സാധിക്കും. ഇവിടെ തന്നെ നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോൾഡറിൽ കിടക്കുന്ന ലോഗോയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ അതെടുത്ത് അവിടെ വെക്കുകയാണെങ്കിൽ നമുക്കവിടെ ലോഗോ കോർണറിലേക്ക് നമുക്ക് നീക്കി വെക്കാൻ സാധിക്കും. ഇതേപോലെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫോൺ നമ്പറോ മറ്റെന്തെങ്കിലും ഇവിടെ താഴെ ആഡ് ചെയ്യണമെങ്കിൽ സോ അതിനുള്ള സംവിധാനം ഇവിടെ തന്നെയുണ്ട്. ടി എന്ന് കാണാൻ പറ്റും, ടെക്സ്റ്റ് ബോക്സുകൾ. ടിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. സോ ഈ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ അലൈൻ എന്ന് എഴുതിയിരിക്കുന്നതിന് പകരം ഓർഡർ നൗ എന്ന് കൊടുത്തിട്ട് ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അവിടെ ഓർഡർ നൗ നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. സോ ഈ ഫോണ്ടിന്റെ സ്റ്റൈലോ അല്ലെങ്കിൽ അതിന്റെ സൈസോ ഒക്കെ നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഓർഡർ നൗ എന്ന് കൊടുത്തിട്ട് ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഡിസൈൻ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരു ഡിസൈനറെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് തന്നെ കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോ അതിനകത്ത് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തി ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നാണ് ഈ ഒരു ടൂൾ. സൗജന്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. ഇനി ഇതിനകത്ത് കമാൻഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ കൊടുക്കാനുള്ള കമാൻഡുകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ മൈക്രോസോഫ്റ്റിന്റെ ടൂളിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കിലേക്ക് ഒന്ന് വരാം. ഈ കാണുന്നതെല്ലാം വിവിധ എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ ഡിസൈൻസും ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കമാൻഡാണ് കൊടുത്തത് എന്നുള്ളത് ഇവിടെ തന്നെ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് കൊടുത്തപ്പോഴാണ് ഇത് കിട്ടിയത്. സോ ഈ രീതിയിൽ നമുക്ക് നിരവധി എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഔട്ട്പുട്ട് നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് കടന്നാൽ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഇപ്പം ഡിസൈൻ ചെയ്യുന്ന ഒരു ടൂളാണ് നമ്മളിപ്പോൾ കണ്ടത്. രണ്ടാമത്തെ ടൂളിലേക്ക് കടക്കാൻ റെഡിയാണോ? ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. സോ രണ്ടാമത് നിങ്ങൾ ചിലരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു. ക്യാൻവ എന്ന് പറയുന്ന ഒരു അടിപൊളി ടൂളാണ്. ക്യാൻവയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാൻവ എന്ന് പറയുന്ന ടൂൾ നമുക്ക് കമ്പ്യൂട്ടറിലും എടുക്കാം, അതേപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. കമ്പ്യൂട്ടറിലാണെങ്കിൽ canva.com എന്ന് പറയുന്ന സൈറ്റിൽ വന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊബൈലിലാണെങ്കിൽ ക്യാൻവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, canva.com നമുക്കൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ canva.com എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോ അതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈനാണോ വേണ്ടത് അത് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് അതിന്റെ ഒരുപാട് റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് ലഭിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു ലോഗോ ആണ് വേണ്ടത്. ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് ഫുഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ ആണ് വേണ്ടത്.
ഫുഡ് ലോഗോ എന്ന് അവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കത് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ഡിസൈൻസ് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വരുന്ന ഡിസൈനുകളിൽ 50% ഡിസൈനുകൾ ഫ്രീ ആണ്. ഓക്കെ, ഇതെടുത്ത് യൂസ് ചെയ്യുന്നതിന് ഒരു കോപ്പിറൈറ്റും ഇല്ല. കാരണം ക്യാൻവ എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സ് ആണ് പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി. സോ ഇതിനകത്ത് പെയ്ഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. പെയ്ഡ് ടെംപ്ലേറ്റ്സ് ഒരു 50%, ഇതൊക്കെ പെയ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ അത് ഇതെല്ലാം ഫ്രീ ആണ്. സോ ഫ്രീ ആയിട്ടുള്ള നിരവധി ടെംപ്ലേറ്റ്സ് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കൊരു ഡിസൈൻ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡിസൈൻ ചെയ്യണം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് ഇവിടെ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസൈൻസ് നമുക്കിവിടെ കാണിക്കുന്നു. ഓക്കെ, ഫാമിലി ഇൻഷുറൻസ്, ലൈഫ് ആൻഡ് ഫാമിലി ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡിസൈൻസ് ഇൻഷുറൻസ് പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈനാണ് വന്നിരിക്കുന്നത്. സോ ഇതേപോലെ നിങ്ങളുടെ ബിസിനസ് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിസൈൻസ് കാണാൻ സാധിക്കും. ഇനി ഇതിന് എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഇതിന് എഡിറ്റ് ചെയ്യാൻ നമ്മളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും ലോഗോയും എല്ലാം മാറ്റി നമ്മുടെ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ ആക്കി വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് ഈ ഒരു ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണം. ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഫോൺ നമ്പറിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ആ ഒരു ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ് ചേഞ്ച് ചെയ്യണം. വെബ്സൈറ്റ് അഡ്രസ്സിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ചേഞ്ച് ചെയ്യാൻ. വെബ്സൈറ്റ് അഡ്രസ് ഇല്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ലൈഫ് ആൻഡ് ഫാമിലി എന്നുള്ളത് മാറ്റി എനിക്ക് ഹെൽത്ത് എന്നാക്കണം. ഹെൽത്ത് എന്നാക്കണമെങ്കിൽ അതിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഹെൽത്ത് എന്നുള്ളത് എനിക്ക് മലയാളത്തിൽ വേണമെങ്കിലും എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ ഇവിടെ ഒരു ഗൂഗിൾ ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് എന്ന് ഞാൻ അവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ മലയാളത്തിൽ കിട്ടി. അങ്ങനെ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് ആ ഡിസൈൻ മാറ്റാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഇവിടെ നമുക്കൊരു ലോഗോ വേണമെങ്കിൽ ആ ലോഗോ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ലോഗോയൊക്കെ നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. സോ അവിടേക്ക് ഞാൻ ഒരു ലോഗോ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ലോഗോ കൊണ്ടുവയ്ക്കണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. നമ്മുടെ ഫോൾഡറുകളിൽ കിടക്കുന്ന ഇമേജുകളോ ലോഗോയോ ഒക്കെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ അങ്ങനെ കൊണ്ടുവന്ന ഒരു ലോഗോ ആണ് ഈ ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന നമ്മുടെ കമ്പനിയുടെ ലോഗോ. സോ അത് ഞാൻ ഇവിടെ കോർണറിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഡിസൈൻ ചെയ്ത ഈ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഷെയർ ആൻഡ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാൻവ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻവയ്ക്കകത്ത് നമുക്ക് ഒന്നേന്നൊരു ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആയിരക്കണക്കിന് ഡിസൈനുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. സോ നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ളത് ഡിസൈൻസ് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്തുക, അതിനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സംഗതി എന്ന് പറയുന്നത്. ഇനി ഇത് മൊബൈലിൽ ചെയ്യണമെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ നിന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും ഇത് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് രണ്ടും അവൈലബിൾ ആണ്. നമ്മൾ അവിടെ ചെന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്യാൻവയുടെ ആപ്ലിക്കേഷനും കൂടെ ഞാൻ മൊബൈലിൽ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലാണ്. ഓക്കെ, ക്യാൻവ ഫോട്ടോ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ് ഇതേപോലെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിനകത്ത് വന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്യാൻവ യൂസ് ചെയ്യാം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻവയും അതേപോലെ തന്നെ ബിങ് ഇമേജ് ക്രിയേറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഫേസ്ബുക്ക് ആഡ് ക്രിയേഷനിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ ലെസ് കമന്റ് ചെയ്യാം. റെഡിയാണോ? ഫേസ്ബുക്കിലേക്ക് പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിലേക്ക് കിടക്കാൻ റെഡിയാണോ? യെസ്, റെഡിയാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചാലുള്ള ഗുണം എന്താണ്? ആക്ച്വലി നമ്മുടെ ഒരു ബിസിനസ്സിന് എല്ലാ ദിവസവും പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടണം, പുതിയ എൻക്വയറീസ് കിട്ടണം. ഈ പുതിയ എൻക്വയറീസ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ആഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആഡ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലീഡ്സ് അഥവാ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കും. സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റെഫർ ചെയ്യുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. അതിനൊരു വളർച്ച ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ഈ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പോലും പാടാണ്. റെഫറൻസ് വഴി മാത്രം നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതിന് എപ്പോഴും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് പ്രയോജനപ്പെടും. ഇനി ബിസിനസ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കും. അപ്പൊ എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. എന്നിട്ട് അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇടയിൽ ചില പരസ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഫേസ്ബുക്ക് എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വെക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതൊരു സ്പോൺസേഡ് ആഡ് എന്ന് പറഞ്ഞ സംഗതിയാണ് ഉദ്ദേശിക്കുന്നത്. സ്പോൺസേഡ് ആഡ്.
സോ ഇങ്ങനെയുള്ള ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പരസ്യം ചെയ്തവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. സോ അതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ് പറയുന്നത്. ട്രാഫിക് ആഡ് എന്ന് പറയും. അതായത് ഒരു വെബ്സൈറ്റിലേക്ക് ആൾക്കാർ വരുന്നതിന് ട്രാഫിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാഫിക് ആഡുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ചില അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോം ആയിരിക്കും. ഇതാ ഇവിടെ ഇവരൊരു അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്പോൺസേഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു ഇമേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യണം. ഇതിനകത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യണം. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ ആണ് വരുന്നത്. ഈ പോപ്പപ്പ് വിൻഡോയിൽ എൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എനിക്കിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് കിട്ടുകയും പരസ്യം ചെയ്തവർക്ക് കിട്ടി അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സോ ഇതിന് പറയുന്നതാണ് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമർ എൻക്വയറീസ് കളക്ട് ചെയ്യുന്ന സംഗതിയാണ് ലീഡ് ജനറേഷൻ. ഈ ഡേറ്റ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പരസ്യം കൊടുത്തവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഫേസ്ബുക്കിൽ നിന്ന്. ഇനി മറ്റു ചില അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലേക്ക് പോയി ചാറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ അവരുമായിട്ട് വാട്സാപ്പിൽ പോയി ചാറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സാപ്പിലേക്ക് ആയിരിക്കും പോകുന്നത്. സോ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാറുണ്ട്. സോ ഈ അഡ്വർടൈസ്മെന്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വെറുതെ കണ്ണു അടച്ച് ആരെങ്കിലും ഒക്കെ എടുത്ത് കാണിക്കുന്നതല്ല. ഒരാളുടെ ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ്, അവരുടെ ഫേസ്ബുക്കിൽ എന്തിലൊക്കെയാണ് അവർ ക്ലിക്ക് ചെയ്യാറുള്ളത്, ഏതൊക്കെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യാറുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് പരസ്യം ഒരാളെ എടുത്ത് കാണിക്കുന്നത്. സോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ആദ്യം വരിക. ഈ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പേജസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ പേജസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് നമ്മുടെ ഫ്രീ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി നിങ്ങൾക്ക് പേജ് ഉണ്ടെങ്കിൽ ആ പേജ് നിലനിർത്തുക. ഇല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ പേജ് ഓർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പബ്ലിക് പേജ് എന്ന് പറഞ്ഞ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ഏജൻസി ആണ് എന്നിരിക്കട്ടെ. സോ ഇൻഷുറൻസ് ഏജൻസിയുടെ പേര് ഗാലക്സി എന്നാണെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് നമുക്കൊരു പേജ് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പേജ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസിനെ ബേസ് ചെയ്ത് ഉള്ള ഒരു പേജ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. സോ അതിനുശേഷം അതിനകത്തേക്ക് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ കവർ പിക്ചർ, ഇങ്ങനെയുള്ള വീതിയുള്ള ഇമേജ്, ഈ വീതിയുള്ള ഇമേജ് ഒക്കെ നമുക്ക് ക്യാൻവയിൽ തന്നെ കിട്ടും. ക്യാൻവയിൽ ചെന്നിട്ട് ബാനർ ഇമേജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ്. സോ അങ്ങനെ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേജിനകത്തേക്ക് പോസ്റ്റുകൾ ഇട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു പേജ് മാൻഡേറ്ററി ആണ്. നമുക്ക് ഇങ്ങനെ ഒരു പരസ്യം ചെയ്യണമെങ്കിൽ ഒരു പേജ് മാൻഡേറ്ററി ആണ്. സോ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജിനകത്തേക്ക് വരിക. ഓക്കെ, ഇത് നമ്മുടെ കമ്പനിയുടെ വിവിധ പേജുകളിൽ ഒരു പേജാണ് കാണുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്നുള്ള ഈ ഒരു പേജിനകത്ത് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓരോ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ടോ? ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇതേപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഫേസ്ബുക്ക് പേജിനകത്തേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പോസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാംസ് നടക്കുന്നതിൻ്റെ ഒരു പോസ്റ്ററാണ്. സോ അതിന് ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കാണിക്കും. സോ ലൊക്കേഷന്, ഏജ് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. ടാർഗറ്റിംഗ് ഓപ്ഷൻ. ഇപ്പൊ ടാർഗറ്റിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു പരസ്യം കാണിക്കേണ്ടത് പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ, രണ്ട് കൂട്ടരെയും കാണിക്കണമോ, നമുക്കത് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ നമുക്ക് ആ പരസ്യം കാണിക്കണം. അതേപോലെ തന്നെ ഏത് സ്ഥലത്തുള്ളവരെ കാണിക്കണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ എനിക്ക് കൊച്ചി ആണെങ്കിൽ കൊച്ചി ലൊക്കേഷൻ എന്ന് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ കൊച്ചി ലൊക്കേഷന് ചുറ്റും ഒരു സർക്കിൾ വന്നിരിക്കുന്നുണ്ടോ? ഈ സർക്കിളിന്റെ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ആ പരസ്യം കാണിക്കുന്നത് സെറ്റ് ചെയ്യാം. കൊച്ചിയും കോട്ടയവും കൂടെ വേണമെങ്കിൽ കോട്ടയം നമുക്ക് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു സ്ഥലം മാത്രം മതിയെങ്കിൽ ആ ഒരു സ്ഥലം മാത്രം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കേരളം ഫുള്ള് വേണമെങ്കിൽ കേരള സെറ്റ് ചെയ്യാം. ഇപ്പൊ ദുബായ് നമുക്ക് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ദുബായ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ദുബായ് ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തു. സോ അങ്ങനെ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും നമുക്ക് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത് ടാർഗറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി. ഇപ്പൊ ഒരു ജിംനേഷ്യമാണ്. ഓക്കെ, ഒരു ജിംനേഷ്യമാണ്. ആ ജിമ്മിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ അതിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലോ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരായിരിക്കും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരസ്യം കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും കിലോമീറ്റർ മാത്രം ചൂസ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ അത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ലെങ്കിൽ മെയിൽ ഒള്ളി എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ അവരിലേക്ക് മാത്രമായിരിക്കും അത് എത്തുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഏജ് ഗ്രൂപ്പ് ഇത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ചിലപ്പോൾ ആ ജിമ്മിലേക്ക് വരുന്നത്, അവർക്ക് അറിയാമായിരിക്കും അത് റൺ ചെയ്യുന്നവർക്ക്. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പ് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരിലേക്കായിരിക്കും ആ പരസ്യം എത്തുന്നത്. അതുകൂടാതെ വെൽനെസ്സിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോ ബിസിനസ്സിനും നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ടാർഗറ്റിംഗ് ഓപ്ഷൻ ഇവിടെയുണ്ട്. ഓക്കെ, കൂടുതൽ ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് പരസ്യം കാണിക്കേണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് ഓണർ എന്ന് കൊടുത്താൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റുഡൻസിനെ പരസ്യം കാണിക്കണമെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിന് കൊടുക്കാം. ഇപ്പൊ ടീച്ചേഴ്സിനെയാണ് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ടീച്ചേഴ്സിന് കൊടുക്കാം. സോ അങ്ങനെ ഓരോരുത്തരുടെ ജോലി വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ആൾക്കാരുടെ താല്പര്യങ്ങൾ വെച്ചിട്ട് ഇപ്പം വെൽനെസ്സിൽ താല്പര്യമുള്ളവരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ വെൽനെസ്സിന് കൊടുക്കുക. സോ വെൽനെസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ളവരെ പരസ്യം കാണിക്കണമെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുക. സോ ഇൻഷുറൻസിൽ തന്നെ ലൈഫ് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് കാണാൻ പറ്റും. ലൈഫ് ഇൻഷുറൻസ് ചൂസ് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്മുടെ പരസ്യം കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ ഫേസ്ബുക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസ് വെച്ചിട്ട്. ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസിനെ സേവ് ചെയ്യുവാണെങ്കിൽ വേറൊരു പരസ്യം കൊടുക്കും നമ്മൾ ഇത്രയും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ഇതിനെന്ത് കോസ്റ്റ് വരും? ഇതിന്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് വെറും 88 രൂപയിൽ ആരംഭിക്കുന്നുള്ളതാണ് ഒരു ദിവസത്തേക്കുള്ള പരസ്യത്തിന്. സോ ഇത് എത്ര ദിവസം റൺ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതേപോലെ തന്നെ ബഡ്ജറ്റ് നമ്മൾ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ഓഡിയൻസിന്റെ സൈസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എത്ര ആയിരം ആൾക്കാരിലേക്ക് നമുക്ക് കാണിക്കണം എന്നുള്ളത് അതിനനുസരിച്ച് നമുക്കിവിടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതേപോലെ എത്ര ദിവസം എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. എത്ര ദിവസത്തേക്കാണ് നമുക്ക് ആഡ് കൊടുക്കേണ്ടത്? ഒരു ദിവസം മതിയോ, 2 ദിവസം വേണോ, ഒരാഴ്ച വേണോ എന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 200-300 രൂപ വെച്ചിട്ട് ഒരു 4-5 ദിവസത്തേക്ക് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം എൻക്വയറീസ് വരുന്നുണ്ട്, എത്ര ബിസിനസ് നടക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. സോ അതിനനുസരിച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഇതിനകത്ത് പൈസ അടയ്ക്കാൻ ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് പോലെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. സോ ഇതുപോലെ പേയ്മെന്റ് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത അഡ്വർടൈസ്മെന്റ് ടാർഗറ്റ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തുകയും അതിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. സോ ഇതിന്റെ അടിയിൽ ബട്ടൺ എന്ത് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യുന്നത് വേണോ, ഫോൺ കോൾ വരുന്നത് വേണോ, ആൾക്കാർ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുന്നത് വേണോ, അത് ക്ലിക്ക് ചെയ്ത് ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്ന ടൈപ്പ് വേണോ. സോ ഈ രീതിയിലൊക്കെ നമുക്ക് ഏത് ടൈപ്പ് ബട്ടൺ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് പറയുന്നതാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ബൂസ്റ്റ് പോസ്റ്റ് എന്നാണ് ഈ ഒരു സംവിധാനത്തിന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്ന റൂട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പരസ്യം കണ്ട് അതിനകത്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ പരസ്യം സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ബിസിനസ് ചെയ്യുന്നവരെ അഡ്വർടൈസ്മെന്റ് കാണിക്കുക, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ കാണിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ ഉള്ളവരാണ് നിങ്ങൾ ഗസ് എന്ന് കമന്റ് ചെയ്യാം. ബിസിനസ് ചെയ്യുന്നവരാണോ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ, ഏത് കാറ്റഗറിയിലുള്ളവരാണ്? എസ് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ അത് ഞാൻ ഓക്കെ. പലരും കമന്റ് ചെയ്യുന്നുണ്ട്, എസ് എന്ന് കമന്റ് ചെയ്താൽ മതി. അതായത് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരാണ് നിരവധി പേര് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു ടാർഗറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബൂസ്റ്റ് പോസ്റ്റ് ആണ്. ഇത് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി നമുക്ക് ഫേസ്ബുക്കിലുണ്ട്. അതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഭവം. ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംവിധാനം ഫേസ്ബുക്കിൽ നമുക്ക് ഹോം പേജ് എടുക്കുമ്പോൾ കാണാൻ സാധിക്കും. ഫേസ്ബുക്കിന്റെ ഹോം പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. സോ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിക്കാം. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ രണ്ടിലും ഒരുമിച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ആഡ്സ് മാനേജറിൽ സാധിക്കും. ഓക്കെ, ആഡ്സ് മാനേജർ എടുക്കുന്നത് ഫേസ്ബുക്കിന്റെ ഹോം പേജ് എടുക്കുക. ഇവിടെ നമുക്ക് ആഡ്സ് മാനേജർ എന്ന് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് സെറ്റിംഗ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നേരെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി. ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സോ ഇവിടെ റൺ ചെയ്തിട്ടുള്ള ചില ആഡുകളും അതിന്റെ റിസൾട്ടുകളും ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. സോ ഒരു എൻക്വയറി കിട്ടാൻ എത്ര രൂപ വന്നിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ മഹീന്ദ്ര ഹോം ലോൺസ് എന്ന് പറയുന്ന മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിക്ക് ഹോം ലോൺ ഡിവിഷൻ ഉണ്ട്. സോ അവർക്ക് വേണ്ടി ചില ആഡുകൾ റൺ ചെയ്തിരിക്കുന്നതായി കാണുന്നത്. ഹോം ലോൺ കൊച്ചി, കണ്ണൂർ, ട്രിവാൻഡ്രം എന്നൊക്കെയുള്ള ക്യാമ്പയിൻസ് കാണാൻ സാധിക്കും. ഇതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു എൻക്വയറി ലഭിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കോസ്റ്റ് 2 രൂപ 81 പൈസ, 3 രൂപ 69 പൈസ. ഓൺ ആൻ ആവറേജ് ഒരു എൻക്വയറിക്ക് 5 രൂപയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 16,000-ഓളം രൂപ മുടക്കിയപ്പോൾ കിട്ടിയിരിക്കുന്ന എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ 3,363 എൻക്വയറീസ് ആണ് ലഭിച്ചിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആഡ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് എൻക്വയറീസ് ലഭിക്കും എന്നുള്ളതാണ്. സോ അത് ഒരു പരസ്യം കണ്ട് അവരുടെ സമ്മതത്തോടു കൂടി അവർ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയാണ് ലഭിക്കുന്നത്. അല്ലാതെ ഫേസ്ബുക്ക് എവിടെന്നെങ്കിലും വെറുതെ എടുത്ത് തരുന്ന ഡേറ്റയല്ല. ഒരാൾ പരസ്യം കണ്ട് ആ പരസ്യം കണ്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്ത് വരുന്ന ലീഡ്സിനകത്ത് നമുക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ക്വാളിറ്റി ലീഡ്സ് ആയിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ലീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ചില സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് കസ്റ്റം ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പ്രോഡക്റ്റ് ഓർ സർവീസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അങ്ങനെ കൊടുത്ത് വരുന്നതിലേക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ലീഡ്സ് തന്നെ കിട്ടും. കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും അത്രയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള സെറ്റിംഗ്സ് എല്ലാം ഇതിൽ പോസിബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ആഡ്സ് മാനേജറും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ആഡ്സ് മാനേജറിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമുക്ക് ആഡ് സെറ്റ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ് എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബൂസ്റ്റിംഗ് ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. മൊബൈൽ സ്ക്രീനിൽ ഇൻസ്റ്റാഗ്രാം കാണിക്കാം. സോ ഇൻസ്റ്റാഗ്രാമിലും ചെന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആഡ് കൊടുക്കാൻ സാധിക്കും. അതുകൂടാതെ ഞാൻ നേരത്തെ കാണിച്ച ആഡ്സ് മാനേജറിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആഡ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് വന്നിരിക്കുന്നത്. സോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റുകൾ ഇടുമ്പോൾ പോസ്റ്റിന്റെ അടിയിൽ നമുക്ക് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. സോ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോസ്റ്റ് ഇടുമ്പോൾ ബൂസ്റ്റ് പോസ്റ്റ് കാണുന്നില്ലെങ്കിൽ സെറ്റിംഗ്സിനകത്ത് ഇതിനെ ക്രിയേറ്റർ അക്കൗണ്ട്, പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടി. ഇതിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴും നമുക്ക് ഇതേപോലെ ലൊക്കേഷന്, ഏജ് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം വെച്ചിട്ട് കൃത്യമായിട്ട് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, ഫേസ്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആഡ്സ് മാനേജർ ചെന്ന് കഴിഞ്ഞാൽ രണ്ടിടത്തും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും, മറ്റുള്ളവർക്ക് ഇത് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിലേക്ക് ഞാൻ വീണ്ടും വരുന്നുണ്ട്. സോ അതിനു മുമ്പ് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ, ഒരു പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ? വെറും 5 മിനിറ്റ് കൊണ്ട്. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. AI ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ? റെഡിയാണോ? ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു കിടിലൻ ടൂൾ ഉണ്ട്. അതാണ് AI വെബ്സൈറ്റ് ക്രിയേഷൻ ടൂളായ മിക്സോ എന്ന് പറയുന്ന ടൂള്. ഓക്കെ, ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു മുൻ പരിചയമില്ലാത്തവർക്കും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. Mixo.io എന്ന് പറയുന്ന ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. Mixo.io എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓക്കെ, ഇവിടെ ലോഞ്ച് എ ബിസിനസ് ഇൻ സെക്കൻഡ്സ് വിത്ത് AI, ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ അവിടെ ചോദിക്കുന്നത് ഒരു കമാൻഡ് കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു കമാൻഡ് കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ ഒരു സിമ്പിൾ കമാൻഡ് ആയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്കൊരു കമാൻഡ് കൊടുക്കാൻ പോവാണ്. എനിക്ക് നിർമ്മിക്കേണ്ടത് ഒരു ഫിറ്റ്നസ് സെന്റർ അഥവാ ജിംനേഷ്യത്തിന്റെ ഒരു ഇതാണ് കൊടുക്കേണ്ടതെന്നിരിക്കട്ടെ. എങ്കിൽ ഞാൻ ഒരു സിമ്പിൾ കമാൻഡ് ഇതേപോലെ കൊടുക്കുക. ഓൺ പേജ് വെബ്സൈറ്റ് ഫോർ മൈ ഫിറ്റ്നസ് സെന്റർ ഗാലക്സി ഫിറ്റ്നസ് ഇൻ കൊച്ചി, ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫിറ്റ്നസ് സെന്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്, സ്ഥാപനത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, സ്ഥലവും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഈ കമാൻഡ് നമ്മളിവിടെ കൊടുക്കുക. സോ അതിനുശേഷം ക്രിയേറ്റ് മൈ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എൻ്റെ 2 കൈകളും ഫ്രീ ആണ്. അത് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല, അത് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കതിന്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതാ വന്നു കഴിഞ്ഞു, നമ്മുടെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞു. ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിൽ തന്നെയാണ് വെബ്സൈറ്റ് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ഗെറ്റ് ഫിറ്റ് അറ്റ് ഗാലക്സി ഫിറ്റ്നസ്. ഓക്കെ, വെൽക്കം ടു ഗാലക്സി ഫിറ്റ്നസ് പ്രീമിയർ ഫിറ്റ്നസ് സെന്റർ ഇൻ കൊച്ചി. നോക്കിയാൽ കൊച്ചി എന്നുള്ള വാക്കൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? കൊച്ചി, ഇന്ത്യ എന്നൊക്കെയുള്ള സംഗതി എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സോ അതുപോലെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകളെല്ലാം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗാലക്സി ഫിറ്റ്നസ് ട്രാൻസ്ഫോർഡ് മൈ ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഒരു റിവ്യൂ വരെ എഴുതിയിരിക്കുന്നു. ജോയിൻ ഗാലക്സി ഫിറ്റ്നസ് ടുഡേ, ജോയിൻ അസ് എന്നുള്ളതിൻ്റെ അടിയിൽ നമുക്ക് അതിൻ്റെ അടിയിൽ ഫോൺ നമ്പർ വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ കിട്ടിയിരിക്കുന്ന വെബ്സൈറ്റിനകത്ത് നമുക്ക് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും. ഇപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇതിനകത്തൊരു ലോഗോയൊക്കെ വെക്കണമെങ്കിൽ, ഇപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് ഇവിടെ ഒരു ലോഗോയൊക്കെ വെക്കണം എന്നിരിക്കട്ടെ.
ഒരു ലോഗോ വെക്കണമെങ്കിൽ നമുക്ക് ആഡ് ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ആഡ് ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ലോഗോ ആയിരിക്കും ഇപ്പോൾ അവിടെ വരുന്നത്. ഇപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്നൊരു ലോഗോ, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ഞാൻ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ അവിടെ അപ്ലോഡ് ചെയ്ത ലോഗോ അവിടെ വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തൊന്ന് മുന്നോട്ട് പോവാം. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഗൂഗിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ഇവിടെ കൊടുക്കുന്നു. PNG ഫയൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PNG കൊടുക്കാം, JPG കൊടുക്കാം. PNG തന്നെ വേണമെന്ന് നിർബന്ധമില്ല, JPG ഫയൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാ ഇപ്പോൾ ഇവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. അപ്പോൾ പെയ്ഡ് വേർഷൻ താല്പര്യം ഉണ്ടെന്നാണ് വിളിക്കുന്നത്. പെയ്ഡ് ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്കൊന്ന് ഔട്ട്പുട്ട് എടുക്കാൻ ശ്രമിക്കാം. പെയ്ഡ് ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. പെയ്ഡും ഫ്രീയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാക്ക് അടിച്ചതിന് ശേഷം ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഇതിനകത്ത് 100-ലധികം വെബ്സൈറ്റുകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതെല്ലാം പല ക്ലാസ്സുകളിലായിട്ട് ചെയ്ത് കാണിച്ചതും പലപ്പോഴായിട്ട് ഞാൻ നിർമ്മിച്ചിട്ടുള്ള സൈറ്റുകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇപ്പോൾ ലാസ്റ്റ് നിർമ്മിച്ച സൈറ്റിന്റെ ഔട്ട്പുട്ട് ഒന്ന് എടുക്കാൻ പോവാണ്. എടുക്കുന്നതിന് മുമ്പ് അതിനകത്ത് ഇനി എന്തെങ്കിലും ഇമേജുകൾ ചേഞ്ച് ചെയ്യാനോ കണ്ടന്റ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഇനിയും ചേഞ്ചസ് വരുത്താൻ സാധിക്കും. എന്ത് ചേഞ്ച് വേണമെങ്കിലും വരുത്താൻ പറ്റും. അപ്പോൾ ഞാനൊരു ഇമേജ് കൂടെ ഇതിനകത്ത് ചേഞ്ച് ചെയ്യുന്നത് കാണിക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമേജിന് പകരം വേറൊരു ഇമേജ് വെക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇമേജിന് പകരം എനിക്ക് വേറൊരു ഇമേജ് വെക്കണം. എഡിറ്റ് കൊടുക്കുന്നു, ചേഞ്ച് ഇമേജ് കൊടുക്കുന്നു. ചേഞ്ച് ഇമേജ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടേതായിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ നമ്മുടെ കോഴ്സിന്റെ ഒരു ഇമേജ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഒരു ഇമേജ് ആണ് ഞാൻ അതിനകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ അതിപ്പോൾ സൈറ്റിനകത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ഏത് ഇമേജ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, AI പവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു ഇമേജ് അതിനകത്ത് വന്നു കഴിഞ്ഞു. കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഈ സൈറ്റിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിഷിൽ ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്റർനെറ്റിൽ പബ്ലിഷ് ആവും. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ ഇങ്ങനെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമുക്ക് വളരെ അനായാസം ആർക്ക് വേണമെങ്കിലും സൈറ്റ് നിർമ്മിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഫൈനലൈസിങ് സൈറ്റ് പബ്ലിഷ്. ഇപ്പൊ നമുക്ക് അതിന്റെ ഫൈനൽ ലിങ്ക് കിട്ടും. വന്നു കഴിഞ്ഞു. ഫൈനൽ ലിങ്ക് നമുക്ക് വന്നു കഴിഞ്ഞു. സോ ഇത് ഞാനൊന്ന് കോപ്പി ചെയ്യുകയാണ്, ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ഇപ്പൊ നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗാലക്സി ഫിറ്റ്നസ് എന്ന് പറയുന്ന സൈറ്റ് ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ ഡിസൈൻ ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ ഡിസൈൻ ചെയ്ത സൈറ്റിന്റെ ലിങ്ക് ആണ് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യേണ്ടി വന്നോ? ഒരു പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഡൊമൈൻ ഹോസ്റ്റിങ്ങിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്നുള്ളത് ഇവിടെ പറയാം. ഇപ്പൊ ഞാനിവിടെ ഫ്രീ ആയിട്ട് നിർമ്മിച്ച സൈറ്റിനകത്ത് ഹോസ്റ്റിംഗ് ഫ്രീ ആണ്. അവിടെ ഹോസ്റ്റിങ്ങിന് വേണ്ടി എവിടെയും പൈസ കൊടുക്കണ്ട. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് സ്റ്റോർ ചെയ്യാനുള്ള ഇന്റർനെറ്റിലുള്ള ഇത് ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സൈറ്റിനകത്ത് ഹോസ്റ്റിംഗ് ഫ്രീ ആണ്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സിലേക്ക് മാറ്റണമെങ്കിലോ നമ്മുടെ പെയ്ഡ് പ്ലാൻ എടുക്കുവാണെങ്കിൽ നമുക്ക് അതിന് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിമിലേക്ക് മാറ്റാൻ സാധിക്കും. ഡൊമൈൻ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. അത് നമ്മുടെ ചോയ്സ് ആണ്, ഇതിനെ പെയ്ഡിലേക്ക് മാറ്റണം വേണ്ടതെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒരാൾ പൈസ മേടിച്ചിട്ട് ഒരാൾക്ക് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് galaxyfitness.com എന്ന് പറയുന്ന ഡൊമൈൻ ഒക്കെ ചൂസ് ചെയ്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവിടെയും പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ പേജുകളുള്ള വെബ്സൈറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ പേജുള്ള വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ ഔട്ട്പുട്ട് എടുക്കാൻ ഒരു പേജുള്ള വെബ്സൈറ്റ് ആണ് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഫ്രീ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മന്ത്ലി റെന്റോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേഷൻ ടൂള് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാം, സൗജന്യമായിട്ട് നിർമ്മിക്കാം. ഇനി അതിനെ പെയ്ഡിലേക്ക് മാറ്റിയാൽ നിങ്ങളുടെ ഡൊമൈൻ നെയിം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കാരണം വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വലിയ പൈസ പലരും മേടിക്കാറുണ്ട്. അവിടെയാണ് ആക്ച്വലി നമുക്ക് സ്വന്തമായിട്ട് സൈറ്റ് ഒരു കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കുന്നത്.
അതേപോലെ തന്നെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ പറ്റുന്ന വേറൊരു അടിപൊളി ടൂളാണ് വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു ടൂള്. wordpress.org എന്ന് പറയുന്ന സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അവിടെ പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. ആൾറെഡി 13,000-ലധികം വെബ്സൈറ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. wordpress.org എന്ന് പറയുന്ന സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. wordpress.org-കകത്ത് ഓരോരോ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള വെബ്സൈറ്റിന്റെ മോഡലുകൾ നമുക്ക് ഇതിനകത്ത് റെഡിമെയ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഞാനിവിടെ തീംസ് എന്ന് പറയുന്ന സംഗതി എടുത്തിരിക്കുന്നത് 13,000 ഫ്രീ തീമുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. 13,000 ഫ്രീ തീമുകൾ. അപ്പോൾ ഇവിടെ ഈ കാണുന്നതെല്ലാം ഓരോ ടൈപ്പ് വെബ്സൈറ്റുകളുടെ തീമുകളാണ്. ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ വെബ്സൈറ്റ് വേണമെങ്കിൽ, ഇവിടെ സ്കൂൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിന് പറ്റിയ വെബ്സൈറ്റിന്റെ മോഡൽ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. സ്കൂളിന് പറ്റിയ വെബ്സൈറ്റിന്റെ മോഡലുകൾ. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ട്രാവൽ ഏജൻസിക്ക് പറ്റിയതാണെങ്കിൽ ട്രാവൽ ഏജൻസി എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ട്രാവൽ ഏജൻസിക്ക് പറ്റിയ റെഡിമെയ്ഡ് വെബ്സൈറ്റിന്റെ മോഡലുകൾ നമുക്ക് കിട്ടും. അതിനെടുത്ത് കസ്റ്റമൈസ് ചെയ്താൽ മതി. അതിനകത്തുള്ള ലോഗോയും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും എല്ലാം മാറ്റി നമ്മുടെ സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ഒരു 30,000, 40,000, 1,00,000 രൂപയൊക്കെ കൊടുത്ത് പലരും ചെയ്യിപ്പിക്കുന്ന ഇ കൊമേഴ്സ് സൈറ്റുകൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിനകത്ത് റെഡിമെയ്ഡ് ആയിട്ട് ഓരോ ടൈപ്പ് ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഇ കൊമേഴ്സ് സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ അവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇമേജ് മാറ്റുക, അവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് മാറ്റുക, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യുക, ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക, നമ്മുടെ സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. ഇതാണ് വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ വേർഡ്പ്രസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വേർഡ്പ്രസ്സിൽ ഏതാണ്ട് 13,000-ലധികം റെഡിമെയ്ഡ് വെബ്സൈറ്റുകളുടെ മോഡലുകൾ ഉണ്ടെന്നാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേഷൻ ആരെക്കൊണ്ടും സാധിക്കും. നമുക്ക് ഇത് ചെയ്തു കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇതിന് മുമ്പ് ഹോട്ടലുകൾ വെച്ച് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കണ്ണൂർ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിനെ പറ്റി ഓർമ്മ വന്നത്. പ്രോഗ്രാമിനകത്ത് നടന്നൊരു സംഭവമാണ്. ഞാനവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാം. വിവിധ ഹോട്ടലുകളിൽ വെച്ചായിരുന്നു നമ്മുടെ പ്രോഗ്രാംസ് 2020 വരെ നടത്തിക്കൊണ്ടിരുന്നത്. വീണ്ടും നമ്മൾ അടുത്ത മാസം റീസെന്റ് നമുക്ക് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇതേപോലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, അങ്ങനെ പല ജില്ലകളിൽ 2020 വരെ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചകളിലും പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2020-ന് ശേഷം നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഓൺലൈനിലൂടെയാണ് നമ്മുടെ മേജർ ക്ലാസ്സുകളെല്ലാം ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ, അതായത് കണ്ണൂരിൽ നടന്ന ഒരു സെഷൻ കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞതാണ്, ഇപ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിയത്. സോ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്കാരൻ 35,000 രൂപ മേടിച്ചു. അവർ വെബ്സൈറ്റ് ഒക്കെ ചെയ്തു തന്നു. പക്ഷേ എല്ലാ വർഷവും എൻ്റെ 28,900 രൂപ റിന്യൂവൽ, ഡൊമൈൻ റിന്യൂവൽ, ഹോസ്റ്റിംഗ് റിന്യൂവൽ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പൈസ കൊടുക്കണമെന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിന് എല്ലാ വർഷവും 2,000 അല്ലെങ്കിൽ 3,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തിന് 28,900 രൂപ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കും. നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കില്ല. സോ എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അഫോർഡബിൾ റേറ്റിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്തൊരു ലോങ് ടൈം കസ്റ്റമർ ആയിട്ട് നമ്മളെ കൂടെ നിർത്തുക. അല്ലാതെ അവരുടെ നിന്ന് വലിയ പൈസയൊക്കെ ഈടാക്കി ഇനി അവരങ്ങ് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് നല്ലൊരു ബിസിനസ് മോഡൽ അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചാർജ് ഈടാക്കുക, എന്നിട്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കുക. അതിനുശേഷം അവരിൽ നിന്ന് മറ്റ് സർവീസുകൾക്ക് പിന്നീട് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഈടാക്കാൻ സാധിക്കും. അതാണ് നല്ലൊരു മെത്തേഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഒരു കസ്റ്റമർ നമുക്ക് ആ തുടക്കത്തിൽ പ്രോഫിറ്റ് ഒക്കെ ഇത്തിരി കുറവാണെങ്കിലും അവരെ ഒന്ന് ലോങ് ടൈമിൽ കൂടെ തന്നെ നിർത്തി ക്രമേണ പ്രോഫിറ്റ് എടുക്കുന്നത്. യെസ്, ഷുവർ എന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ യുവർ കമന്റ്. കാരണം ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതിലൊന്നാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ 2016-ലാണ് ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത്. 2016-ൽ ഇത് ആരംഭിക്കാൻ 2 സ്റ്റാഫുകളേ ഉള്ളൂ. ഞാനും ഒരു ടെലികോളർ. ഈ ടെലികോളർ കസ്റ്റമേഴ്സിനെയൊക്കെ വിളിച്ച് കൺവിൻസ് ചെയ്ത് ഹോട്ടലിൽ എത്തിക്കും. ഞാൻ ഹോട്ടലിൽ പോയി ക്ലാസ് എടുക്കും. ഇതായിരുന്നു 2016-ൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് 44ഓളം സ്റ്റാഫുകളുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ മാത്രം 14,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഞാൻ അതിന്റെ കണക്കുകൾ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇത്രയധികം പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു സ്ഥാപനമായിട്ട്, അല്ലെങ്കിൽ ഇത്രയധികം എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാൻ ഉപയോഗിച്ച 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് ഏത് ബിസിനസ്സിലും ആപ്ലിക്കബിൾ ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് അത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യും. എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്? ഏത് ബിസിനസ്സിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. യെസ്, 20 പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് ആ ഒരു ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേതെന്ന് പറയുന്നത്
വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ നമ്മൾ പിൻപറ്റുക. അതായത് ഒരു ബിസിനസ്സിനകത്ത് കസ്റ്റമർ വിൻ ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുന്ന കസ്റ്റമർ വിൻ ചെയ്യണം. അവർക്ക് പ്രൊഡക്റ്റോ സർവീസോ കൊണ്ട് പ്രയോജനം ഉണ്ടാവണം, നല്ല സപ്പോർട്ടും സർവീസും ഒക്കെ കിട്ടിയെങ്കിലേ അവർ നമ്മളെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ഉദ്ദേശം നടക്കണം, അവർ വിജയിക്കണം. രണ്ടാമത്തത് എംപ്ലോയീസിന് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ്, ആവശ്യത്തിനുള്ള ഫ്രീഡം ഒക്കെ കൊടുത്ത് കൂടെ നിർത്തുക. മൂന്നാമത്തത് സപ്ലയേഴ്സ്, നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന പലരും ഉണ്ടായിരിക്കും. സോ ആ സപ്ലയേഴ്സിനെയും നമുക്ക് കൃത്യസമയത്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് കൂടെ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിൻ ചെയ്യാം. അതായത് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും വിൻ ചെയ്താലായിരിക്കും നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് പറഞ്ഞ സംഗതി തന്നെയാണ്. ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് നമ്മൾ കണക്കാക്കണം. ഒരു കസ്റ്റമറുടെ ലൈഫ് ടൈം വാല്യൂ, അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കസ്റ്റമർ ആയിട്ടിരുന്ന എത്ര രൂപ കിട്ടാൻ സാധ്യതയുണ്ട്, ആ രീതിയിൽ ചാർജ് ചെയ്യുകയും ആ രീതിയിൽ അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരൊരു ലോങ് ടൈം കസ്റ്റമറായിട്ട് നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് അതിലൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഒരേ കസ്റ്റമറിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വരും വർഷങ്ങളിലെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മുടെ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ കണക്കാക്കുക. അല്ലാതെ വൺ ടൈം വാല്യൂ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്ന ബുദ്ധിമുട്ടായിരിക്കും. അത് നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഇത് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും നമുക്ക് പേടിക്കേണ്ടി വരത്തില്ല. കാരണം നമ്മൾ ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുകയായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് ആക്ച്വലി നമ്മുടെ ഈ ബിസിനസിന്റെ സക്സസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള മേജർ സംഗതികൾ എന്ന് പറയുന്നത്. സോ ഇത് പ്രകാരമാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 44ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ 14,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാനിവിടെ കാണിക്കാം. നമുക്ക് ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മുടെ കോഴ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. സോ അതിൽ 14,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസിന് നമുക്ക് 2020 ശേഷം കിട്ടിയിട്ടുണ്ട്. 2020 നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നത്. 2020 മുമ്പ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ 2020 ശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു. സോ അതിന്റെ ഭാഗമായിട്ട് 14,480 സ്റ്റുഡൻസിനെ കൂടെ കാണാൻ സാധിക്കും. ഇത് പലപ്പോഴായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അവർ ലേണിംഗ് പ്ലാറ്റ്ഫോമിലുള്ളതാണ്. നമുക്കിവിടെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഇത്രയധികം സ്റ്റുഡൻസിനെ കണ്ടെത്താൻ സാധിച്ചതും അതേപോലെ തന്നെ ഈ സ്റ്റാഫ് ഇത്രയധികം വളർത്തിയെടുക്കാൻ സാധിച്ചതും ഈ 3 പ്രിൻസിപ്പിൾസ് ആണ്. ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന സംഗതികളാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് ടോപ്പിക്കുകളിലേക്ക് കിടക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് എന്താണ്, നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സ് എന്താണ്, ഓഫ്ലൈൻ കോഴ്സ് എന്താണെന്നൊക്കെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ആക്ച്വലി കഴിഞ്ഞാൻ പോകുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിരവധി ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു AI വീഡിയോ ഒക്കെ നിർമ്മിക്കുന്നത് ഞാനിവിടെ ടൂള് ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചു തരാം. ഇതേപോലെയുള്ള AI വീഡിയോകൾ നിർമ്മിക്കുന്നത്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇതൊരു AI അവതാറാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാറാണ്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സോ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്. സോ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റും കയ്യിൽ ഇല്ലെങ്കിലും ഇതുവഴി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ആമസോണിലൂടെ പിന്നെ ഒരു പ്രോഡക്റ്റും നമുക്ക് സ്വന്തമായിട്ട് കയ്യിലില്ല, വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി വരുന്നുണ്ട്. മറ്റ് പല AI ടൂളുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സെഷനിൽ. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കും കിടക്കാം അത് കഴിഞ്ഞിട്ട്. ഓക്കെ, നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് 2016 നമ്മൾ ആരംഭിച്ച ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ ഓരോ വർഷവും പുതിയ ടോപ്പിക്കുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടോപ്പിക്കുകളെല്ലാം അടങ്ങിയ കോഴ്സാണ് ഓൾ ഇൻ വൺ AI പവേർഡ് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കോഴ്സ്. സോ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. 3 മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് ഇത് 1 ഇയർ വെച്ചിരിക്കുന്നത്? 1 ഇയർ വരെ ഈ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് ലഭിക്കും. അതുപോലെ തന്നെ 1 വർഷത്തേക്ക് സപ്പോർട്ട് ലഭിക്കും. കാരണം പല ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും സംശയങ്ങൾ വരുന്നത്. ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമുക്ക് ഇവിടെ 6 സപ്പോർട്ട് സ്റ്റാഫുകളുള്ളത്. അവരെ ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ട്. ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ലൈവ് സൂം മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും. സോ അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. സോ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റുകൾ നിർമ്മിക്കാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം, ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ മിഷൻ 36 ലാക്സ്, അതിലേക്ക് ഞാൻ വീണ്ടും വരുന്നുണ്ട്. മിഷൻ 36 ലാക്സിലേക്ക് എത്തിച്ചേരാനുള്ള കംപ്ലീറ്റ് ഗൈഡൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കാൻ സാധിക്കും. പോസ്റ്ററുകൾ, ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ചെയ്ത് പഠിക്കാൻ സാധിക്കും.
ആമസോണിലൂടെ ഫ്ലിപ്കാർട്ടിലൂടെയൊക്കെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, പേയ്മെന്റ് ലിങ്കുകൾ ഉണ്ടാക്കുന്നതും പേയ്മെന്റ് ലിങ്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ യൂട്യൂബ് മാർക്കറ്റിംഗ്, യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തുന്നത്, യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മെത്തേഡുകൾ, യൂട്യൂബ് മണി മേക്കിംഗ്, കൂടാതെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. ഇന്ന് കാണിക്കുന്നുണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളത് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാട്സപ്പ് ഓട്ടോമേഷൻ, AI ഏജൻസ്, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, ബിസിനസ് ഓട്ടോമേഷൻ ടൂൾസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ടോട്ടൽ ഇതിനകത്ത് 22ഓളം മോഡ്യൂൾസ് അടങ്ങുന്ന കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സോ ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. സോ 12 ലൈവ് ക്ലാസ്സുകൾ ചൊവ്വാഴ്ചകളിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സാറ്റർഡേസിലും ലൈവ് ക്ലാസ്സുകളുണ്ട്. ഇത് കൂടാതെ എല്ലാ മെഗാ മീറ്റപ്പുകൾ സാറ്റർഡേസിൽ വരുന്നത് പറഞ്ഞാൽ സെപ്പറേറ്റ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെ സെപ്പറേറ്റ് സെഷൻ വെക്കുന്നതാണ്. ഇത് കൂടാതെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. അതായത് മെഗാ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പെയ്ഡ് മെമ്പേഴ്സും കൂടെ ഒന്നിക്കുന്ന, എല്ലാ ബാച്ചിലുള്ളവരോട് ഒന്നിക്കുന്ന ഒരു സംഗതിയാണ് മെഗാ മീറ്റപ്പ്. ഇത് ഓൺലൈനിൽ നടത്തുന്നതാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കുക, ജോലിക്ക് ആളിനെ എടുക്കുക, ജോലി കണ്ടെത്തുക, അതേപോലെ തന്നെ ബിസിനസ് ഐഡിയകൾ ഷെയർ ചെയ്യുക, മാർക്കറ്റിംഗ് ഐഡിയകൾ ഷെയർ ചെയ്യുക. ഇതൊക്കെ ഈ ഒരു ഇന്നർ സർക്കിളിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. സോ അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ടോട്ടൽ 36 ലൈവ് സെഷൻസ് ആണ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി എല്ലാ ക്ലാസ്സുകളിലും കയറാൻ ചിലപ്പോൾ നമുക്ക് തിരക്ക് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യം കാരണം വരുവാണെങ്കിൽ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സംവിധാനമാണ് ഇവിടെയുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നടന്നിട്ടുള്ള ക്ലാസ്സുകൾ, മിസ്സായിട്ടുള്ള ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് കൂടെ കാണാൻ സാധിക്കും. സോ മാത്രമല്ല, ഏതെങ്കിലും ക്ലാസ്സിൽ വീണ്ടും ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതേ ക്ലാസ് തന്നെ നിങ്ങൾക്ക് വീണ്ടും ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ബാച്ചിൽ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അപ്പോൾ ക്ലാസ് മിസ്സാവുന്നതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഞാൻ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ഒന്ന് കാണിക്കാം. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ 2020 മുതലേ ഉള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഓരോ ക്ലാസ്സിന്റെയും ഇത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ തന്നെ നിരവധി വീഡിയോകൾ കാണാൻ പറ്റും. ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, യൂട്യൂബ് മാർക്കറ്റിംഗ്, ഗൂഗിൾ മൈ ബിസിനസ്, ഗൂഗിൾ ആഡ്സ്, ഇങ്ങനെ പോകുന്നു. ഇത് കഴിഞ്ഞാൽ ഓക്കെ, ഫസ്റ്റ് ബാച്ച് ഓൺലൈൻ ബാച്ച് 2020 ജൂൺ മാസം, 2020 ജൂൺ മാസം, കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ ജൂൺ മാസത്തിലാണ് ആക്ച്വലി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അന്ന് മുതൽ കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിങ്സ് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത്, കഴിഞ്ഞ ചൊവ്വാഴ്ച എന്ന് പറയുന്നത് 28 ഒക്ടോബർ 2025. ഓക്കെ, 28 ഒക്ടോബർ 2025. അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം നേരത്തെ പഠിക്കണമെങ്കിൽ തൊട്ട് മുമ്പുള്ള ബാച്ചിന്റെ റെക്കോർഡിങ്സ് നോക്കിയാൽ പഠിക്കാൻ സാധിക്കും. പിന്നെ ലൈവ് ക്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സിലേക്ക് വന്ന് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലാത്തപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നത്. സോ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള മറ്റ് ബോണസുകൾ, ഇതിന്റെ ഫീസ് എത്രയാണ് വരുന്നത് നമുക്കത് നോക്കാം. സോ ഈ കോഴ്സിനകത്ത് ലഭിക്കുന്ന മറ്റ് ബോണസുകൾ എന്ന് പറഞ്ഞാൽ കാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇതിന്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ സോഫ്റ്റ്വെയർ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്വെയറുകളെല്ലാം ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാൻവയുടെ പെയ്ഡ് ടെംപ്ലേറ്റ്സ് ലഭിക്കുന്നുണ്ട്. 2 വർഷത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഈ കണ്ടന്റ് കലണ്ടറിലുള്ള കണ്ടന്റിനകത്ത് തന്നെ ഐഡിയ കിട്ടും പോസ്റ്റ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ സപ്പോർട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, 1 വർഷത്തേക്കുള്ള സപ്പോർട്ട്, മെഗാ മീറ്റപ്പ്, സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുമ്പോൾ ലഭിക്കും. സോ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ് ഇതിന്റെ ആക്ച്വൽ വാല്യൂ വരുന്നത്. സോഫ്റ്റ്വെയറുകൾ, റെക്കോർഡ് വീഡിയോസ്, ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സപ്പോർട്ട് എല്ലാം അടങ്ങുന്നത്. സോ എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 മാത്രമാണ്. ഈ 1 ഇയർ കോഴ്സിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കും. അത് 6,500 എന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. 6,500 ആണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ ഓഫർ ഫീസ് ഫസ്റ്റ് 10 ബുക്കിംഗ്സിന് വരുന്നത്. സോ ഈ ഒരു ഓഫർ ഫീസിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെട്ടത്. നിങ്ങളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. അതിന്റെ അഡ്മിനെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്ന, ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്ന എക്സിക്യൂട്ടീവിന് ഇമീഡിയറ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഈ ഒരു ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാ ആഴ്ചകളിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് വരുമാനം കിട്ടണമെങ്കിൽ ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഇവിടെ പൈസ മേടിക്കുക മാത്രമല്ല, പൈസ കൊടുക്കുന്ന സംവിധാനം ഇവിടെയുണ്ട്. സോ എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്?
ആക്ച്വലി എല്ലാ ആഴ്ചകളിലും നമുക്ക് ഇതേപോലെ ഡെമോ ക്ലാസ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യും. ഈ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ ആരെങ്കിലും ഒക്കെ പങ്കെടുപ്പിച്ച് അവർക്ക് സ്വമേധയ അവർക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് ലഭിക്കും. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ഈ കോഴ്സിലേക്ക് മുടക്കിയ പൈസ തന്നെ നിങ്ങൾക്ക് 2-3 പേര് നിങ്ങളുടെ റെഫറൻസിൽ ജോയിൻ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതാണ് ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ അതിലൂടെ മാർക്കറ്റിംഗ് പഠിക്കാനും സാധിക്കും, നിങ്ങൾക്ക് മുടക്കിയ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. സോ അതാണ് നമ്മുടെ അഫിലിയേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓഫർ ഫീസ് എന്ന് പറയുന്നത് 6500 ആണ്. ഈ ഓഫർ ഫീസിന് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. ഞാനിവിടെ ഫോൺ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. സോ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ ഗ്രൂപ്പിനകത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും, അവർക്ക് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് ഇതേപോലെ പോസ്റ്റ് ഇടുന്നുണ്ടായിരിക്കും, ആ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് ഇൻട്രസ്റ്റഡ് എന്ന് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി അവരോട് ചാറ്റിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. പേയ്മെന്റ് അടച്ച് സ്ക്രീൻഷോട്ട്, പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ഇന്ന് തന്നെ ആഡ് ചെയ്യും, ഇന്ന് രാത്രി തന്നെ ആഡ് ചെയ്യും. സോ അതിലേക്ക് എത്തുമ്പോൾ ക്ലാസിന്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ലഭിക്കും. ഓക്കെ, ക്ലാസിന്റെ ഡേറ്റ്, ഡീറ്റെയിൽസ്, സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകൾ, അതേപോലെ തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ആക്സസ്, ഞാൻ നേരത്തെ കാണിച്ച ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ആ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വിൻഡോയിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് ലൈവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഹാൻഡ് റൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ചോദിക്കാം. ഓക്കെ, അഫ്ലാഹ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അഫ്ലാഹിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ക്ലിക്ക് ഓൺ യൂസിങ് ദ കോഡിംഗ്. ഓക്കെ, അരുണിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ചാറ്റ് വിൻഡോയിൽ. കമ്മിങ് ടു ദാറ്റ്. ഓക്കെ, 20 മിനിറ്റിന്റെ ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അഫ്ലഹ് അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ സർ, എന്റെ പേര് ജസീറ എന്നാണ്. മോഹന്റെ പേരായിരുന്നു അഫ്ലഹ്. സോറി. ഓക്കെ, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈസ് ആയിട്ട്, അതായത് ലാപ്ടോപ്പ് കാര്യങ്ങളായിട്ട് നമ്മൾ വരികയാണോ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഫോളോ അപ്പിന്റെ? ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഓഫ്ലൈൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കിപ്പം അത് 6 മാസം അല്ലെങ്കിൽ 1 ഇയറിൽ ഉള്ളിലാണ് അത് നടത്താറുള്ളത്. ഇപ്പം നമ്മൾ നടത്തുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ ഈ ശനിയാഴ്ച കൊച്ചിയിൽ, അത് കഴിഞ്ഞതിന് ശേഷം 15-ാം തീയതി, നവംബർ 15-ാം തീയതി കോഴിക്കോട് കൊച്ചി പ്രസിഡൻസി ഹോട്ടലിൽ, നവംബർ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച, ഈ മറ്റന്നാൾ നടക്കുന്ന ഇവൻ്റാണ്. അത് കഴിഞ്ഞാൽ കാലിക്കറ്റിൽ 15-ാം തീയതി, തിരുവനന്തപുരത്ത് 29-ാം തീയതി. സോ ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ ഫീസ് വരുന്നത് 8500 ആണ്. സോ അതിൻ്റെ ഫീസ് വരുന്നത് 5500 ആണ്. ബുക്ക് ചെയ്യാൻ 2000 രൂപ അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവന്റിൽ വരുമ്പോഴത്തേക്കാണ് ബാലൻസ് പേയ്മെന്റ് അടയ്ക്കുന്നത്. ഇതിന്റെ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പുമായിട്ടാണ് അവിടെ വരേണ്ടത്. ലാപ്ടോപ്പ്, മൊബൈൽ രണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേപോലെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രാക്ടിക്കലായിട്ട് അവിടെ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അവിടെ പവർ സപ്ലൈയും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഈ കഴിഞ്ഞ മെയ് മാസം നടത്തിയിട്ടുള്ള കൊച്ചിയിലെ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ലാപ്ടോപ്പുമായിട്ട് നമ്മുടെ ഓരോ പാർട്ടിസിപ്പൻസ് വരുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വെച്ച് ചെയ്യാം, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ ലാപ്ടോപ്പ് കൊണ്ടുവരാൻ പറ്റാത്തവർക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ സെഷനാണ് ഈ സംഗതി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഈ ഒരു പ്രാക്ടിക്കൽ സെഷൻ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള സെഷനാണ്. ഇതിനിടയിൽ പിന്നെ അവിടെ ലഞ്ചും എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഒരു 4-സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഫുഡും എല്ലാം ഈ ഒരു ഫീസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ഇത് കൂടാതെ ഇതിന് ശേഷം ഒരു 4 ഓൺലൈൻ ക്ലാസ്സുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 4 ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. സോ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 4 ആഴ്ചകളിൽ ഓരോ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. സോ അതാണ് ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതേസമയം ഇപ്പം ഞാൻ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സിന്റെ കേസിലാണെങ്കിൽ അത് 1 ഇയർ വരെ സപ്പോർട്ട് കിട്ടുന്ന, 1 ഇയർ വരെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്സസും ഒക്കെ ഉള്ളതാണ് ഈ പറഞ്ഞ 6500 ഫീസ് എന്ന് പറയുന്നത്. ഈ 5500 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡേ ഫുൾ ഡേ പ്രോഗ്രാം, അതിനുശേഷം 4 ക്ലാസ്സുകളാണ് വരുന്നത്. ഓക്കെ, 4 ഫോളോ അപ്പ് ക്ലാസ്സുകളാണ്. മാഡത്തിന് അത് ക്ലിയർ ആയോ ജസീറ മാഡം? പിന്നീട് നമുക്ക് അവിടെ ഫോളോ അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പോൾ ക്ലിയറിങ്ങോ അങ്ങനെയുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും? ഉണ്ട്. അത് 1 മന്ത് ആണ് ആക്ച്വലി അതിന് സപ്പോർട്ട് ലഭിക്കുന്നത്. 1 മാസത്തേക്ക് സപ്പോർട്ട് ലഭിക്കും. 1 മാസത്തേക്കാണ് ഉണ്ടായിരിക്കുക അല്ലെ? അതെ.
ഇനി ഓൺലൈനും ഓഫ്ലൈനും കൂടെ കമ്പൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫീസ് ഡിസ്കൗണ്ട് ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് 6500 പ്ലസ് 5500 അടയ്ക്കേണ്ടി വരത്തില്ല. പിന്നെ 6500 പകുതി അടച്ചാൽ മതി. അതായത് 5500 പ്ലസ് 3250 അവിടെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുവാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വിച്ച് AI വെബ്സൈറ്റ് മേക്സ് ഈസ് ഗുഡ് ഫോർ ക്രിയേറ്റിംഗ് ഇ-കൊമേഴ്സ് സൈറ്റ്? ഓക്കെ, ഇർഫാൻ അതിന് ആൻസർ തന്നിട്ടുണ്ട്. ഇർഫാൻ നമ്മുടെ സപ്പോർട്ടിലുള്ള സ്റ്റാഫാണ് ഇർഫാൻ. ഓക്കെ, ഹോസ്റ്റിംഗർ യൂസ് ചെയ്യാം, ബിക്സ് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, തേർഡ് പ്രിൻസിപ്പിൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇബ്രാഹിം സാറ്. തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഒരു പാർട്ടിസിപ്പൻറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു, അവരുടെ ഗ്രൂപ്പിൽ ഓഫർ അവൈലബിൾ ആണോ? നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ഓഫ്ലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് സീറ്റുകളാണ്. ഇനി നമുക്ക് കൊച്ചിയിൽ മറ്റന്നാൾ നടക്കുന്ന പ്രോഗ്രാമിന് 4 സീറ്റാണ് ആൾറെഡി ഇനിയുള്ളത്. ഓക്കെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. കൊച്ചിയിൽ ഇനി 4 സീറ്റ്, കാലിക്കറ്റിൽ 7 സീറ്റ്, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് 9 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ലിമിറ്റഡ് സീറ്റുകളാണ്. നിങ്ങൾക്കറിയാം, ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്ക് ലിമിറ്റഡ് സീറ്റുകളാണ് നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. കാരണം ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് എല്ലാം വെച്ചിട്ടുള്ള ഹാളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഓഫ്ലൈൻ പ്രോഗ്രാമിലാണെങ്കിൽ സീറ്റ് ഫില്ല് ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2000 അടച്ച് ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഓൺലൈൻ ബാച്ചിലേക്കാണെങ്കിൽ 6500 ഓഫർ ലഭിക്കാൻ ഇമ്മീഡിയറ്റ്ലി തന്നെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6500 ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പ്ലീസ് റിപ്പീറ്റ് ഹൗ ടു വിൻ ഇൻസ്റ്റാഗ്രാം ആഡ്സ് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ആഡ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. ഇൻസ്റ്റാഗ്രാം ആഡ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ഇടുക. നമ്മുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചെന്നതിന് ശേഷം നമ്മൾ പോസ്റ്റ് ഇടുക. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം എടുക്കുവാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോർമൽ പോസ്റ്റ് ഇടുമല്ലോ. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടും. ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ സെറ്റിംഗ്സ് ചെന്നിട്ട് പ്രൊഫഷണൽ അക്കൗണ്ട്, ക്രിയേറ്റർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ബൂസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് വിസിറ്റ് പ്രൊഫൈൽ കൊടുക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വരുന്ന ഓപ്ഷൻ കൊടുക്കാം. ഏത് ഓപ്ഷൻ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ നോക്കി ഇവിടെ നമുക്ക് കോട്ടയം വേണോ, കൊച്ചി വേണോ, ഏത് ലൊക്കേഷൻ വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് ലൊക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഈ മാപ്പിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രയാണ് ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് വിടാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിനകത്ത് നേരിട്ട് ചെയ്യുന്ന സംഗതി. ഓക്കെ ഓക്കെ, നമ്മുടെ ചില പാർട്ടിസിപ്പൻസ് പേയ്മെന്റ് അടച്ച മെസ്സേജ് വരുന്നുണ്ട്. ഒരു പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. സോ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇപ്പം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഗൂഗിൾ പേയിൽ പേയ്മെന്റ് വന്നിട്ടുള്ളവരുടെ പേര് ഞാനിന്ന് വിളിക്കാം. അവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ ഉടനെ തന്നെ അയച്ചു കൊടുക്കുക. ഓക്കെ, പ്രവീൺ സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. താങ്ക് ഫോർ ദ പേയ്മെന്റ്. പ്രവീൺ സാറിന്റെ പേയ്മെന്റ്. അതേപോലെ ടോണി, സൂര്യ, എബി, ഷെല്ലി, അതേപോലെ തന്നെ ലിങ്ക് വഴി പേയ്മെന്റ് അടച്ചവരും ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് അടച്ചവരും പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ ക്യാഷ് വരുമോ? നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ ക്യാഷ് വരും. കാരണം ബൂസ്റ്റ് പോസ്റ്റിനകത്ത് ക്യാഷ് അടച്ചിട്ടാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ ലൊക്കേഷനൊക്കെ ടാർഗറ്റ് ചെയ്ത് ആഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ ടൂളുകളെല്ലാം വെച്ച് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെ? യെസ്, റെഡിയാണ്. ഈ പറഞ്ഞ ടൂളുകളെല്ലാം വെച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ചെയ്യേണ്ട സംവിധാനം ഞാൻ പറയാം. നമുക്ക് ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ഗോൾ, നമ്മുടെ ഒരു ലക്ഷ്യം ആദ്യം സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഗോളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിഷൻ 36 ലാക്സ്. ഇത് അച്ചീവബിൾ ആയിട്ടുള്ള സംഗതിയാണ്. അതിന്റെ പ്രൂഫ് ഞാൻ ഇവിടെ കാണിക്കാം. മിഷൻ 36 ലാക്സ്. 36 ലാക്സ് എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് ഇയർലി നമുക്ക് എത്തിച്ചേരണം. 36 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യണം. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അതിനെ മന്ത്ലി ഗോളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു മാസം 3 ലക്ഷം, ഓരോ മാസവും 3 ലക്ഷം വീതം
ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷം 36 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഇപ്പം നമ്മുടെ സ്വന്തം ബിസിനസ് ഉണ്ടെങ്കിൽ സ്വന്തം ബിസിനസ്സിനകത്തേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമ്മൾ ആരംഭിക്കുക. അപ്പം സർവീസസ് ആരംഭിക്കണമെങ്കിൽ എന്ത് സ്കില്ലൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്? 2 സ്കില്ലാണ് മിനിമം വേണ്ടുന്നത്. ഡിസൈൻ ചെയ്യുന്ന സ്കില്ലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചു. ക്യാൻവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് നമുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ട് അത് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളും നമ്മൾ പഠിച്ചാൽ തന്നെ ഈ സർവീസസ് ആരംഭിക്കാൻ സാധിക്കും. സോ ആരംഭിക്കുമ്പോൾ നമുക്ക് ചില എൻക്വയറീസ് ഒക്കെ വരും. ഈ എൻക്വയറീസ് നമ്മൾ ക്രമേണ ക്ലോസ് ചെയ്യാൻ തുടങ്ങുക. ഒരു മാസം നമുക്ക് 2 കസ്റ്റമേഴ്സിനെ കിട്ടുന്നുള്ളതിരിക്കട്ടെ, പെയ്ഡ് കസ്റ്റമേഴ്സ്, ഈ സർവീസ് ചെയ്ത് കൊടുക്കാൻ 2 കസ്റ്റമേഴ്സിനെ കിട്ടുന്നുള്ളതിരിക്കട്ടെ. ഒരു 5 മാസം കഴിയുമ്പോൾ ഒരു 10 ക്ലയൻസ് നമുക്ക് ലഭിക്കും. ഈ 10 ക്ലയൻസിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ 3 lakhsലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് മന്ത്ലി ഒരു 30,000 ലഭിക്കുന്ന ആക്ച്വലി പലരും മാർക്കറ്റിങ്ങിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പല കമ്പനികളും അതേപോലെ തന്നെ പലരും ചൂസ് ചെയ്യുന്ന യഥാർത്ഥ ഫ്രീലാൻസേഴ്സിനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലാൻസേഴ്സിനെ എന്ന് പറഞ്ഞാൽ കുറച്ച് റേറ്റ് കുറച്ച് കൊടുത്താൽ മതി. മറ്റു പല അഡ്വർടൈസിങ് കമ്പനികളെ ഏൽപ്പിക്കുമ്പോൾ അവർ വലിയ പൈസ ഈടാക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സ്കില്ലുണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യും ആൾക്കാർ. കാരണം അതിനുവേണ്ടി നമ്മൾ ആഡ് കൂടെ കൊടുക്കണം, ഫേസ്ബുക്ക് ആഡ് കൂടെ കൊടുക്കണം. പക്ഷേ ഇതിന് നമുക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കണം, ഡിസൈൻ ചെയ്യുന്നത് നമ്മളിതിനകത്ത് ഞാനിവിടെ കാണിച്ച ടൂള് വെച്ചിട്ട് നമുക്ക് കമാൻഡ് കൊടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു 3 lakhs എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞ ഫേസ്ബുക്ക് ആഡ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന കാര്യം വെച്ച് മാത്രമാണ്. ഇത് കൂടാതെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞു. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും കൂടെ നമ്മൾ ഇതിനോടൊപ്പം ആരംഭിക്കുക. മിക്സോ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ വേർഡ്പ്രസ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്, ഈ സർവീസസ് നമുക്ക് ക്ലയൻസിന് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് എത്ര രൂപ ചാർജ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കസ്റ്റമറെ നിലനിർത്തുന്ന ചില റൂട്ട് മാപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ചില മൈൻഡ് സെറ്റുകളും കൂടെ ഡെവലപ്പ് ചെയ്യണം. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ. ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ എന്നാൽ പുതിയ പല കാര്യങ്ങളും നമ്മൾ ഓൺലൈനിലൂടെ പഠിക്കുന്നത്, വീഡിയോ കണ്ട് പഠിക്കുന്നത്, ചില ടൂളുകൾ പരീക്ഷിച്ച് നോക്കുന്നത്, ഇതൊക്കെ നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസ്സും അപ്ലൈ ചെയ്യണം. വിൻ വിൻ വിൻ. അതേപോലെ തന്നെ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ പൈസ ഒന്നും ചാർജ് ചെയ്യാതെ അവർക്ക് സർവീസ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് നിലനിർത്തി മുന്നോട്ട് പോവുക. പിന്നീട് അവർക്ക് അത്രയധികം വർക്കുകൾ നമുക്ക് വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് പൈസ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ ഒപ്പം തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. ഇതൊക്കെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്, വിനോജ് ഷാക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോ അദ്ദേഹം മന്ത്ലി തന്നെ 5 lakhsന് മുകളിൽ ഏൺ ചെയ്യുന്ന ഒരു ഏജൻസി റൺ ചെയ്യാണ് തിരുവനന്തപുരത്ത്. മേര ABT എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതേപോലെ നിരവധി പേര് ആക്ച്വലി ഇതിന്റെ ഭാഗമായിട്ട് കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് ഫേസ്ബുക്ക് ആഡും ഇൻസ്റ്റാഗ്രാം ആഡും അതേപോലെ തന്നെ ഏജൻസിയും ഒക്കെ റൺ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഡിജിമാക്സ് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓണറാണ് വിവേക്. 3 lakhsന് മുകളിലാണ് അദ്ദേഹത്തിന്റെ ഇൻകം വരുന്നത്. മമത ഫ്രം തൃശ്ശൂരാണ് മമത. സ്വന്തമായിട്ട് ഏജൻസി റൺ ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ശശികുമാർ സാറാണ്. സൗദി അറേബ്യയിൽ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കൊരു കമ്പനി വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ സമയം കണ്ടെത്തി ചെയ്യാൻ സാധിക്കുന്നതാണ്, ഇപ്പോഴുള്ള ജോലി വിടാതെ തന്നെ. പ്രമീഷ് ഫ്രം വൈക്കം കോട്ടയം. അതേപോലെ തന്നെ അർജുനും ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ സർവീസസ് ചെയ്ത് കൊടുക്കുന്നു. ഐഷ ഒരു വീട്ടമ്മയാണ്. ആക്ച്വലി പൊൻകുന്നമാണ് സ്ഥലം. ഒരു ഇൻകം ലഭിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. അതിനുശേഷം ഈ സ്കില്ലൊക്കെ പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കുകയാണ്. നമുക്കൊരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്കിരുന്ന് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ശശികുമാർ സാറ്, ഷൊർണൂരുള്ള ശശികുമാർ സാർ, അദ്ദേഹം 2 ലക്ഷത്തോളം രൂപ ഒരു അഡ്വർടൈസിങ് കമ്പനിക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതിനു മുമ്പ്. സോ അതെല്ലാം ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 80,000 രൂപ താഴെ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസിങ് കമ്പനികൾ കൊടുക്കുന്നത് പകുതി കൂടുതൽ പൈസ അവരുടെ സർവീസ് ചാർജ് ആയിരിക്കും. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ ആ പൈസയൊക്കെ നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നതാണ്. ശ്രീജ മാഡം കൊല്ലത്താണ്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. സ്വന്തം നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജയദേവൻ കോയമ്പത്തൂരുകാരനാണ്, പക്ഷെ മലയാളമൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഏജൻസിയും ഉണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും ഉണ്ട്. അത് കൂടാതെ തന്നെ ഹോം അപ്ലയൻസസിന്റെ സർവീസ് സെന്റർ, സെയിൽസ് സെന്റർ ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മണി മേക്കിംഗ് സ്കില്ലാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ സമയവും നമ്മുടെ എഫർട്ടും ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് സംശയമൊന്നുമില്ല. ഓക്കെ, സോ ഈസി മണി മേക്കിംഗ് എന്ന് പറയുന്ന സംഗതി എവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എത്ര രൂപ വരുമാനം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഇവിടെ 36 ലക്ഷങ്ങളുടെ കണക്കുകളൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. എന്റെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്, സോ എനിക്ക് കിട്ടുന്ന വരുമാനം ഏതൊക്കെ, എവിടെ നിന്നൊക്കെ വരുന്നു. യെസ്, ഓക്കെ, പലരും എസ് എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, എൻ്റെ വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ 3 വരുമാന സ്രോതസ്സുകളാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. സോ അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഈ ട്രെയിനിങ് പ്രോഗ്രാംസിലേക്ക് നമുക്ക് പാർട്ടിസിപ്പൻസിനെ കണ്ടെത്താനും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് ആണ് കൊടുക്കുന്നത് അല്ലേ. നിങ്ങൾ ഈ ഒരു ഡെമോ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നതും യഥാർത്ഥത്തിൽ ഒരു ഫേസ്ബുക്ക് ആഡിലൂടെയല്ലേ. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസിൽ ഇൻകം ഉണ്ടാക്കാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ എമൗണ്ട് ഞാനിവിടെ കാണിക്കാം. രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, ഇത് നമ്മളിവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ച് ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ അതിനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സർവീസസ് ഏറ്റെടുത്ത് ചെയ്യാം. നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സർവീസസ് ഡിവിഷനിലേക്ക് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ കൊട്ടേഷനൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, എത്ര രൂപയാണ് ആക്ച്വലി നിങ്ങളുടെ സർവീസിന് വേണ്ടി വരുന്നതെന്നൊക്കെയുള്ള കൊട്ടേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതികളിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റ്, ഈ 3 ആണ് എൻ്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിൽ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ കാണിച്ചു. നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു. ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ 2020 പകുതി മുതലുള്ള ഒരു കണക്കാണ് ഞാനിവിടെ കാണിച്ചത്. 2020 മുതലുള്ള കണക്ക് മാത്രം എടുത്താൽ നിങ്ങൾക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ എത്രത്തോളം ഇൻകം ഇയർലി കിട്ടുമെന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സും ആണ് നമ്മുടെ കമ്പനിയുടെ ബേസ് സോഴ്സസ് ഓഫ് ലീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 14,840 സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ 14,840 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ബൈ 6,500, നമ്മുടെ ആവറേജ് ഓഫർ ഫീസായ 6,500 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ ഒരു 4 വർഷത്തെ ഇൻകം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ 9,64,00,000, അതായത് 964 ലക്ഷം അല്ലെങ്കിൽ 9,64 ലക്ഷം. ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇയർലി ഇൻകം ഒക്കെ 241 ലക്ഷം, 241 lakhs. ഇതാണ് ആക്ച്വലി ട്രെയിനിങ് പ്രോഗ്രാംസിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗോളിലേക്ക് എനിക്ക് പെർ ഇയറിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഫർട്ട് ഇടുവാണെങ്കിൽ 36 lakhs എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിട്ടുള്ള സംഗതിയാണ്. 36 lakhs അച്ചീവബിൾ ആണ് എന്ന് ഞാനിവിടെ പറയാൻ കാര്യം, ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ചാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് ആണ് മേജറായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് കൂടാതെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞു. നമുക്ക് കുറേയധികം ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ആ ക്ലയൻസിനെ കണ്ടെത്തുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഏതാനും ചില ക്ലയൻസിനെ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു റവന്യൂ എന്ന് പറയുന്നത് മന്ത്ലി ലഭിക്കുന്ന ഒരു റവന്യൂ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി. നിങ്ങൾക്ക് ഒരു 3 lakhs പെർ മന്തിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ ഒരു 5 months 6 months ഒക്കെ എടുക്കും നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ക്ലയൻസിൽ വരുന്നതാണ്. ബിൽഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എഡിടെക് കമ്പനികളുണ്ട്, അതുകൂടാതെ ചില ഇന്റീരിയർ ഡിസൈൻ കമ്പനികളുണ്ട്. സോ ആവറേജ് 5 lakhs to 8 lakhs എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് പോകുന്നത്. ഡിപ്പെൻസ് ഓൺ ദ വർക്ക്. ചില മാസങ്ങളിൽ വർക്ക് കുറവായിരിക്കും, ചില മാസങ്ങളിൽ വർക്ക് കൂടുതലായിരിക്കും. സോ 5 lakhs to 8 lakhs എന്ന് പറയുന്ന ഫിഗറിലാണ് നമ്മൾ ഉള്ളത്. അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി ഞാൻ അല്പസമയത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് അറൗണ്ട് 80,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് മന്ത്ലി വരുന്നത്. ഓക്കെ, ആവറേജ് അത് വേരി ചെയ്യുന്ന ഒരു ഫിഗറാണ്. അപ്പം ഞാൻ എൻ്റെ ഇൻകംസ് ഒക്കെ ഞാനിവിടെ വെളിപ്പെടുത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നും അതുപോലെ തന്നെ ഇതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധ്യമാകും എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾ ഇവിടെ എൻ്റെ എക്സാമ്പിൾസ് തന്നെ ലൈവായിട്ട് ഇവിടെ കാണിച്ചത്. ഓക്കെ, അപ്പം അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പൻറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു, അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്? ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ അവിടെ 14,500 ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് 6,500 ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതാണ് ഞാനിവിടെ ലിമിറ്റഡ് സീറ്റ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അറിയാൻ, ചിലയിടത്തൊക്കെ പിന്നെ 30,000, 50,000, 60,000 രൂപയ്ക്കൊക്കെ കോഴ്സ് നടത്തുന്ന ആൾക്കാരുണ്ട്. 60,000, 70,000 രൂപയ്ക്കൊക്കെ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ 6,500 എന്ന് പറയുന്ന ഓഫർ ഫീസിൽ കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കൂടുതൽ പേര് കോഴ്സിന്റെ ഭാഗമാകുകയും ബെനിഫിറ്റഡ് ആവാൻ വേണ്ടിയാണ്. അപ്പം 6,500 ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിയാത്ത ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ്സിനെ ഇമ്മീഡിയറ്റ്ലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സീറ്റ് ബുക്ക് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ സാധിക്കുന്നതാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് മെസ്സേജ്, എനിക്ക് ബേസിക് നോളജ് ആണ് എനിക്ക് പഠിക്കാൻ സാധിക്കുമോ? നല്ല ക്വസ്റ്റ്യൻ.
സോ ബേസിക് നോളജ് ആണെങ്കിൽ ഇത് പഠിക്കാൻ സാധിക്കുന്നത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഞാൻ ഇത് പറയാൻ കാര്യം നമ്മുടെ പെയ്ഡ് കോഴ്സിൽ പഠിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞതാണ്, ഈ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചു, നിനക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടുന്നു. കാരണം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല, എല്ലാവരും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരു അല്പസമയം കൂടുതൽ എടുക്കും എന്നുള്ളത് മാത്രം. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരമാവും, നമ്മുടെ അറിവ് വർദ്ധിക്കും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുകയും ചെയ്യും. സോ അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 6 സപ്പോർട്ട് സ്റ്റാഫുകളെ വെച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വളരെ ബേസിക് നോളജ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6 സപ്പോർട്ട് സ്റ്റാഫുകൾ വെച്ചിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കാൻ പറ്റുമോ ഇതിനെ പറ്റിയൊന്നും അറിയേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പറയുന്നു അവർക്ക് പേയ്മെന്റ് എറർ വന്നത് എന്താണ് ചെയ്യുക. പേയ്മെന്റ് എറർ വന്നെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ എക്സിക്യൂട്ടീവിനെ ഇൻഫോം ചെയ്യുക, ആ സീറ്റ് അവർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണോ? ഓക്കെ, നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ആക്ച്വലി പലരും ചോദിക്കാറുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് ഒരു എക്സാമ്പിൾ 3-4 വർഷം മുമ്പ് നടന്നൊരു സംഗതിയാണ്. സോ അത് വെച്ചിട്ട് ഞാനിവിടെ പറയാം. തലശ്ശേരിയിലുള്ള വലിയൊരു സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തതാണ്. ഓക്കെ, ഇതേപോലെ സ്റ്റുഡിയോകൾ കമ്പനികളിലൊക്കെ ഇടയ്ക്ക് ഇതേപോലെ ഇവന്റുകൾക്ക് വേണ്ടിയിട്ട് വിളിക്കുക, അവരുടെ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ആ സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്ത് 7-8 ഡിസൈനേഴ്സ് ഒക്കെ ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഓണർ വിളിച്ച് പറഞ്ഞു, ക്ലാസ് എനിക്ക് ഏറെ പ്രയോജനപ്പെട്ടു, സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ടൂള് കാരണം 2 പേരെ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ 2 പേരെ ജോലി നഷ്ടപ്പെട്ടു. സോ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി, കാരണം ഞാൻ ഈ ടൂൾ പറഞ്ഞത് കാരണമാണല്ലോ 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടത്. എന്തായിരുന്നു അവിടെ നടന്നത്, എന്തായിരുന്നു ആ ടൂൾ എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. ആ ക്ലാസ്സിൽ പറഞ്ഞ ടൂളാണ് remove.bg എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടൂൾ. www.remove.bg എന്നാണ് ഈ ടൂളിന്റെ പേര്. ഈ remove.bg എന്ന് പറയുന്ന ടൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഒരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. ഓക്കെ, remove.bg എന്ന് പറയുന്ന സൈറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ നിന്നൊരു ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോകുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ വന്ന് ഞാനൊരു ഇമേജ് എടുക്കുകയാണ്. ഈ ഒരു ഇമേജ് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കാം. രജനീകാന്തിൻ്റെ ഇമേജിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ പഴയ പോലെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചാൽ ഈ കോർണറിലൂടെ ഇങ്ങനെ സമയമെടുത്ത് വരച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ വരച്ചിട്ടൊക്കെ ആയിരിക്കും റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞു, ഈ remove.bg എന്ന് പറയുന്ന സൈറ്റിനകത്തേക്ക് നിങ്ങളുടെ ഏത് ഇമേജിന്റെ ആണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ജസ്റ്റ് അപ്ലോഡ് ഇമേജ് കൊടുക്കുന്നു. നമ്മുടെ രജനീകാന്തിന്റെ ഇമേജ് അവിടെ ഡെസ്ക്ടോപ്പിൽ നിന്നൊന്ന് എടുക്കാം. ഓക്കെ, ഞാനൊന്ന് അപ്ലോഡ് ചെയ്തു. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രജനീകാന്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാ പോയി കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞു. ഇനി അതെനിക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിന് എനിക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് വെക്കണമെങ്കിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ സാധിക്കും. സോ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്താണ്. എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നു. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡിയോയിൽ നേരത്തെ വരുന്ന പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സ്റ്റുഡിയോകളിൽ നേരത്തെ ആൾക്കാരെ ഇരുത്തുമായിരുന്നു. കാരണം അത് കുറച്ച് എഫർട്ടുള്ള വർക്കായതുകൊണ്ട്. സോ അങ്ങനെയുള്ള 2 പേരെ പണിയാണ് പോയത്. കാരണം 2 പേരെ ആവശ്യമില്ല. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് AI ടൂളുകൾ പലതും വരുമ്പോൾ പലരുടെ ജോലിക്ക് ഒരു ഭീഷണി തന്നെയാണ്. പക്ഷെ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പുതിയ ടൂൾസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ജോലി നഷ്ടപ്പെടുത്തില്ലെന്ന് മാത്രമല്ല പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരാണ് നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ബിസിനസ്സിലാണെന്നെങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഇതേപോലെയുള്ള പല ടൂളുകളും അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കും, നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭീഷണിയാവുന്നത് നമ്മൾ ഇതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുവാണെങ്കിലാണ് നമുക്ക് ഇത് ഭീഷണിയാവുന്നത്. അല്ലാത്ത പക്ഷം ഇത് വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.
AI വരുന്നത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ ജോലിയിൽ നമുക്ക് ജോലി സമയം ലാഭിക്കാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മളിപ്പം 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ചില ജോലികളൊക്കെ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഏത് ടൂളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? remove.bg എന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ടൂള്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ടൂള് remove.bg എന്ന് പറയുന്ന ടൂളാണ്. ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള പല ടൂളുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നാനോ ബനാന എന്ന് പറയുന്ന ജെമിനിയുടെ, ഗൂഗിൾ ജെമിനിയുടെ ടൂളുണ്ട്. അങ്ങനെ പല ടൂളുകൾ. ഇവൻ ക്യാൻവയ്ക്കകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച ക്യാൻവയ്ക്കകത്ത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ അപ്പം ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കിനി ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ആമസോൺ സെല്ലിങ്ങിന് മുമ്പ് AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേഷനിലേക്ക് കിടക്കാം. ഓക്കെ, എങ്ങനെയാണ് AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേഷൻ, അതിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് DID എന്ന് പറയുന്ന ടൂളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. www.did.com. ഈ DID.com-നകത്ത് വന്നതിന് ശേഷം നമ്മളൊരു അവതാരണ ചൂസ് ചെയ്ത് നമുക്ക് ആ അവതാരണ കൊണ്ട് എന്താണോ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് സംസാരിപ്പിക്കേണ്ടത് അതൊക്കെ നമുക്ക് സംസാരിപ്പിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഞാൻ DID ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്കൊന്ന് ലോഗിൻ ചെയ്ത് കാണിക്കാം. സോ DID-യിലേക്ക് വരിക. DID-യിലേക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക DID.com എന്ന് പറയുന്ന സൈറ്റിനകത്തേക്ക്. സോ അതിനുള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് അവതാറിനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മെയിൽ അവതാർ, ഫീമെയിൽ അവതാർ, അങ്ങനെ കുറെ കളക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. ഓക്കെ, ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ അവതാർ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു AI വീഡിയോ കാണിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതേപോലത്തെ ഒരു വീഡിയോ നിർമ്മിക്കണമെങ്കിൽ ഈ അവതാർ വീഡിയോ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് മെയിൽ ഓർ ഫീമെയിൽ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ സംസാരിക്കുന്ന വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഫോട്ടോ സംസാരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേയധികം മെയിൽ ഫീമെയിൽ അവതാറുകൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്ന പോലെ വേണമെങ്കിൽ ആ ഓഫീസിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ തന്നെ വേറെ കുറെ വിർച്വൽ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ, സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണോ സംസാരിപ്പിക്കേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. മലയാളത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ മലയാളത്തിൽ സംസാരിപ്പിക്കാം. സ്ക്രിപ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. സ്ക്രിപ്റ്റ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് സ്ക്രിപ്റ്റ് അവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് ആ ഒരു അവതാർ പറയേണ്ടതെങ്കിൽ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തത് മലയാളിയുടെ ശബ്ദം തന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മലയാളിയുടെ ശബ്ദം ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷുകാരുടെ ശബ്ദമുണ്ട്, അതേപോലെ തന്നെ മറ്റു ഭാഷ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മലയാളം ചൂസ് ചെയ്യും. മലയാളിയുടെ ശബ്ദത്തിൽ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശോഭന, മിഥുൻ എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പം പുരുഷന്മാരുടെ ശബ്ദം വേണോ സ്ത്രീകളുടെ ശബ്ദം വേണോ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്ത് നമ്മൾ അപ്ലൈ വോയിസ് ഒക്കെ കൊടുത്ത് പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മുടെ അവതാർ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ പ്രൊഡക്റ്റോ സർവീസോ ഇതേപോലെ സംസാരിക്കുന്നതാണ്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. സോ ഈ രീതിയിൽ DID പ്രയോജനപ്പെടുത്താവുന്നതാണ്. DID-ക്കകത്ത് ഫ്രീ വേർഷൻ തന്നെ അവൈലബിൾ ആണ്. ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏതാനും വീഡിയോകൾ നിർമ്മിക്കുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാം DID എന്ന് പറയുന്ന AI വീഡിയോ ക്രിയേഷൻ ടൂള്. ഓക്കെ, നമുക്കടുത്ത് ആമസോണിലേക്ക് കടന്നാലോ? ആമസോണിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് എങ്ങനെ? റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് യെസ് റെഡിയാണ്.
ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്തതിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്ന ഇതൊരു അവയർനെസ് ക്ലാസ് ആയതുകൊണ്ടാണ് എല്ലാ ടോപ്പിക്കുകളെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മെയിൻ കോഴ്സിനകത്ത് ഇങ്ങനെയല്ല, ഒരാഴ്ച ഉണ്ടെങ്കിൽ ആ ഒരാഴ്ചയിൽ ഒരു ടോപ്പിക്കോ 2 ടോപ്പിക്കോ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നത്. കാരണം ഇത് എല്ലാത്തിനെ കുറിച്ചും ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയാണ് ജമ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നത് ആമസോണിലൂടെ സെല് ചെയ്യാൻ എന്താണ് വേണ്ടത്. ആമസോണിലൂടെ സെല് ചെയ്യാൻ നേരെ ആമസോണിന്റെ സൈറ്റിലേക്ക് വരിക. അവിടെ വന്നതിന് ശേഷം നമുക്കൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആമസോണിന്റെ സൈറ്റിൽ വന്ന് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സെൽ ഓൺ ആമസോൺ. ഈ സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ട്. ഓക്കെ, സോ ഇതിന് സെല്ലർ സെൻട്രൽ എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നമുക്ക് സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത് സെല് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ചിലതൊക്കെ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഞാനിവിടെ കാണിക്കാം. നമ്മുടെ നാട്ടിൽ ഉപ്പേരി ആൾക്കാർ ഇതിനകത്തൂടെ നല്ല വിലയ്ക്ക് വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത്. കേരള ബനാന ചിപ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് വളരെ പ്രിയമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് വലിയ വിലയ്ക്ക് ഇതിനകത്തൂടെ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കേരള ബനാന ചിപ്സ് എന്ന് പറഞ്ഞ് ആൾക്കാർ ഇതിനകത്തൂടെ ലിസ്റ്റ് ചെയ്ത് സെല് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റുകൾ ഇതിനകത്തൂടെ ലിസ്റ്റ് ചെയ്ത് സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ചില പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അതായത് നമ്മുടെ മരച്ചീനി കമ്പുകൾ ആൾക്കാർ ഇതിനകത്തൂടെ സെല് ചെയ്യുന്നുണ്ട്. ടപ്യോക്ക സ്റ്റെം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ആമസോൺ എടുത്തിട്ട് ടപ്യോക്ക സ്റ്റെം എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മരച്ചീനി കമ്പ് ഇതിനകത്തൂടെ സെല് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, ടപ്യോക്ക സ്റ്റെം എന്ന് ഞാനിവിടെ കൊടുത്തു. ഇപ്പം വരുന്നതായിരിക്കും. ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ മരച്ചീനി നടാൻ വേണ്ടി കുഴിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ കപ്പ നടാൻ വേണ്ടി കുഴിച്ചു വെക്കുന്ന കമ്പാലി കാണുന്നത് ഇല്ലേ, മരച്ചീനി കമ്പാണ്. 349 രൂപയ്ക്ക് 10 കഷ്ണം കമ്പാണ് വിൽക്കുന്നത്. അല്ലാതെ ചാക്കി കെട്ടി അയച്ചു കൊടുക്കൊന്നുമല്ല, 10 കഷ്ണം കമ്പ് ഇതിനകത്ത് വയ്ക്കുകയാണ്. അപ്പൊ ഇത് മേടിക്കാൻ ആരെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഇത് മേടിക്കാൻ ആൾക്കാരുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ പല സിറ്റികളിലും താമസിക്കുന്ന ആൾക്കാർ അവരുടെ 1 സെന്റിലോ 2 സെന്റിലോ ഒക്കെ നടാൻ വേണ്ടിയിട്ട് ഇത് മേടിക്കും. സോ 10 സ്റ്റെം ആണ് 349 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് അഡ്വർടൈസ്മെന്റിലൂടെ സെർച്ചിൽ 1-ാം സ്ഥാനത്ത് കൊണ്ടുവരാനും സാധിക്കും. ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ 1-ാം സ്ഥാനത്ത് കൊണ്ടുവരാനും സാധിക്കും. ചിരട്ട ആൾക്കാർ ഇതിനകത്ത് വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിനകത്ത് കോക്കനട്ട് ഷെല്ല് കാണിക്കും. കോക്കനട്ട് ഷെല്ല് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണമാണ്? പെർ 40 ഡെലിവറി പാക്ക് ഓഫ് 10. 10 ചിരട്ടയാണ് 99 രൂപ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണത്തിന് 9 രൂപ ഒരു ചിരട്ട. ഓക്കെ, ഇവിടെ 4 കിലോ ചിരട്ട 560 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. 1 കിലോ തേങ്ങയ്ക്ക് 100 രൂപ ഇല്ലല്ലോ. ഇതിപ്പം 560 രൂപ ആയപ്പോഴത്തേക്ക് 4 കിലോ എന്ന് പറയുമ്പോഴത്തേക്കാണ്ട് 125 രൂപയ്ക്ക് മേളിലായി. ഇത് മേടിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും കൊടുത്ത ആൾക്കാരെ പറ്റിക്കുക എന്നല്ല പറഞ്ഞു വന്നത്, നമുക്ക് പല ഓപ്പർച്യൂണിറ്റികളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഉള്ള ജോഗ്രഫിക് ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷനിൽ നമുക്ക് വില കുറച്ച് കിട്ടുന്ന സാധനം വേറൊരു ജോഗ്രഫിക് ലൊക്കേഷനിൽ വില കുറവുള്ള സാധനമായിരിക്കണമെന്നില്ല. നമ്മൾ ഇവിടെ 1 കിലോ ആപ്പിൾ നമ്മൾ 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്. ഇത് ഹിമാചൽ പ്രദേശിൽ ചെന്ന് കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് കിട്ടും. കാശ്മീരിൽ ചെന്നാലും ചിലപ്പോൾ 20 രൂപയ്ക്ക് കിട്ടും. സോ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആമസോൺ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതാണ്. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സംഗതിയാണ് ആമസോൺ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോഡക്റ്റും കയ്യിലില്ലെങ്കിലും ആമസോണിലൂടെ സെല് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. സോ അതെങ്ങനെയാണ്? ഒരു പ്രോഡക്റ്റും കയ്യിലില്ല. സോ അപ്പൊ അതൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. സോ ആ ഓപ്പർച്യൂണിറ്റി ഞാനിവിടെ പറയാം. ഓക്കെ, ഒരു സ്റ്റോക്കും എടുക്കേണ്ട, ഒരു പ്രോഡക്റ്റും കയ്യിൽ വേണ്ട, സ്വന്തമായിട്ട് കയ്യിൽ വേണ്ട. സോ അതിനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫുൾഫില്ല് ചെയ്യാൻ 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. 2 ഡേയ്സ് ഗ്യാപ്പ് കിട്ടും. 2 ദിവസത്തിനുള്ളിൽ നമ്മളത് സെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാലേ ഉള്ളത് ക്യാൻസൽ ആയി പോകുന്നത് നമുക്ക് വന്ന ഓർഡർ. അപ്പൊ ഈ 2 ദിവസത്തിനാകുമ്പോൾ വെച്ചാൽ ആ പ്രോഡക്റ്റ് സംഘടിപ്പിക്കാനുള്ള ബന്ധങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്റ്റോക്ക് ആവശ്യമില്ല അല്ലേ. നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഒക്കെ എന്തെങ്കിലും പ്രോഡക്റ്റോ സ്റ്റോക്കോ ഒക്കെ കാണും. സോ അവരെ അപ്രോച്ച് ചെയ്യുക, എന്നിട്ട് അവരോട് പറയാം അതിന്റെ ഫോട്ടോസ് തരാൻ പറയാം, അല്ലെങ്കിൽ ഫോട്ടോസ് ഞാൻ എടുത്തോളാം, ആമസോണിലൂടെ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്ക് എടുക്കാൻ തൽക്കാലം പ്ലാൻ ഇല്ല, എനിക്ക് വില കുറച്ച് തരണം, വിറ്റ് തരാൻ ശ്രമിക്കാം എന്ന് പറയാം. അപ്പൊ അവര് ഓക്കെ പറയും, കാരണം അവർക്ക് അത് വിറ്റാൽ മതിയല്ലോ ഏത് വിധേനയിലും. അപ്പൊ അതിനകത്തുനിന്ന് അവരുടെ ഓർഡർ വരുമ്പോൾ അവരെ മേടിച്ച് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതിന്റെ റിസ്ക്കും ഇല്ല.
അപ്പോൾ കുറേ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഓർഡറുകൾ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു മാസം ഇത്ര ഓർഡറൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, അപ്പം വീണ്ടും അവരടുത്ത് പോയി ചോദിക്കുക, സ്റ്റോക്ക് എടുക്കാൻ റെഡിയാണ്, വീണ്ടും വില കുറച്ച് തരാൻ ആവശ്യപ്പെടുക. അവർ തരും, കാരണം അവർക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കുകയല്ലേ. സോ ആ രീതിയിൽ ഇത് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ പെയ്ഡ് കോഴ്സിലുള്ള പലരും അങ്ങനെയാണ് ചെയ്തത് തുടങ്ങിയത്. ഇപ്പോൾ അവർ കൂടുതലായിട്ട് സ്റ്റോക്ക് എടുക്കാൻ അവർക്ക് സാധിക്കുന്നത് ഇതിനകത്തൂടെ സെല്ലിങ് പഠിച്ചതുകൊണ്ടാണ്. സോ നമ്മുടെ കോഴ്സിനകത്ത് ആമസോൺ സെല്ലിംഗ് ഒരു മേജർ ടോപ്പിക്കാണ്. ആമസോണിലൂടെ സെല്ല് ചെയ്യുന്നത് എങ്ങനെ, പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് ഒരു മോഡ്യൂൾ തന്നെയാണ്. ഓക്കെ, സോ അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്താവുന്നതാണ് ആമസോൺ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബയറായിട്ടിരുന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളൊരു സെല്ലറായിട്ട് കൂടി മാറുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. നമ്മളൊരു ബയറായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നു, ഓൺലൈനിൽ കയറി ഷോപ്പ് ചെയ്യുന്നു, പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങത്തില്ലേ ഉള്ളൂ, പോക്കറ്റ് കീറത്തില്ലേ ഉള്ളൂ. പോക്കറ്റിലോട്ട് പൈസ വരണമെങ്കിലോ നമ്മൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണം. സെല്ല് ചെയ്തെങ്കിൽ ഇങ്ങോട്ട് പൈസ വരുന്നുള്ളൂ. സോ അതിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആമസോൺ സെല്ലിംഗ് എന്ന് പറയുന്നത്. ട്രൈ ചെയ്യാം, ആമസോണിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ കോഴ്സിനകത്തുള്ള മോഡ്യൂൾസിനകത്ത് ഞാനിവിടെ കാണിക്കാം. ആമസോൺ സെല്ലിംഗ് തന്നെ ഡീറ്റെയിൽ ക്ലാസ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസും ഉണ്ട്. ആമസോണിലൂടെ സെല്ല് ചെയ്യുന്നതിൻ്റെ തന്നെ റെക്കോർഡഡ് വീഡിയോസും ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ എപ്പോൾ വേണമെങ്കിലും കയറി പഠിക്കാം. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളിൽ വന്ന് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ആ ഒരു ലിസ്റ്റിങ്, പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതും ഒക്കെ പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കോംപ്രിഹെൻസീവ് കോഴ്സാണ്. എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു കോംപ്രിഹെൻസീവ് കോഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ആമസോൺ സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മോഡ്യൂൾ നമ്പർ ഓക്കെ ഇതാ ഇവിടെ, പ്രൊഡക്റ്റ് സെല്ലിംഗ് ത്രൂ ആമസോൺ ഫ്ലിപ്കാർട്ട്, പാർട്ട് 13, മോഡ്യൂൾ നമ്പർ 13. ആമസോൺ സെല്ലിംഗ് ആൻഡ് പേയ്മെന്റ് ഗേറ്റ്വേസ്, അതേപോലെ ആമസോൺ സെല്ലർ സെൻട്രൽ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ആമസോൺ ഓർഡറിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആമസോൺ ടീമിലേക്ക് പോകുക. അതെ, ആമസോണിൽ നിന്ന് കിട്ടുന്നതിന് ആമസോണിന് ഒരു കമ്മീഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് അതിനകത്തൂടെ ലിസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യുമ്പം ആ പ്രോഡക്റ്റിന് ഒരു കമ്മീഷൻ ആമസോൺ എടുത്തിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നത്. അതേസമയം അത് ലിസ്റ്റ് ചെയ്യുന്നത് ഫ്രീ ആണ്. ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു പൈസ കിടക്കണം. ഒരു സെയിൽ നടന്നില്ലെങ്കിലും ഒരു റെന്റും കൊടുക്കണ്ട. പക്ഷേ അതിനകത്ത് സെയിൽ നടക്കുമ്പോൾ ആമസോണിന് ചില കമ്മീഷൻസ് ഉണ്ട്. കാരണം അവരുടെ പ്ലാറ്റ്ഫോം ആണല്ലോ ഇത്. ആ പ്ലാറ്റ്ഫോമിന്റെ കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള പൈസ ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടോ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നുണ്ട്. പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട്. പ്ലേസ്മെന്റ് സപ്പോർട്ടിന് എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ മെഗാ മീറ്റപ്പുകൾ നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ. മെഗാ മീറ്റപ്പിൽ ഒരു സൈഡിൽ ബിസിനസ് ഓണേഴ്സ്, ഒരു സൈഡിൽ ജോലി അന്വേഷിക്കുന്നവരായിരിക്കും. ഇവർ രണ്ടുപേരും തമ്മിൽ കണക്ട് ചെയ്യുന്നത് പ്ലേസ്മെന്റ് സപ്പോർട്ടിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാൽ, നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? റെഡിയാണോ? എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് പോകാമോ? ആമസോണിൻ്റെ ട്രൈ ചെയ്യുക. ഞാൻ ഈ പറയുന്നത് എസ്, റെഡിയാണ്. ഓക്കെ, എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് സർവീസോ ഒന്നും വേണ്ട, സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനും വേണ്ട, കസ്റ്റമറെ കണ്ടുപിടിക്കാനും പോണ്ട. നമ്മൾ ചില ലിങ്കുകൾ പ്രൊമോട്ട് ചെയ്യുക, ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് പോയി ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്ന സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൂടാതെ അവിടെ ചില ലിങ്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, digitalmagnetonline.com എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നതിന്റെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, 14,500 മാത്രമേ ഉള്ളൂ വെബ്സൈറ്റിൽ. നമുക്ക് അവിടെ 6,500 ഓഫർ വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, വെബിനാർ സ്പെഷ്യൽ ഓഫറാണ് 6,500, ഓൺലി 14,500 വെബ്സൈറ്റിൽ. ഇതിൽ വരുമ്പോൾ ഈ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നോക്കി, ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിൽ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ്, ബ്ലൂ ഹോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഓഫർ വെച്ചിരിക്കുന്നുണ്ടോ? എന്താണ് ഈ സംഭവം? നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് എന്തിനാണ് ആമസോണിന്റെ പരസ്യം വെച്ചിരിക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആമസോണിലേക്ക് പോയി ആമസോണിൽ ഇരിക്കുന്ന 17 കോടി പ്രോഡക്റ്റിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യും. സോ ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഒന്നും വേണ്ട, നമ്മൾ മറ്റുള്ളവരുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ പ്രൊഡക്റ്റുകളുടെ ലിങ്കുകൾ നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. നമുക്ക് കമ്മീഷൻ കിട്ടുന്ന ലിങ്കുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇവിടെ അഫിലിയേറ്റ് ആകണമെങ്കിൽ ആദ്യം ചെയ്യണം. അഫിലിയേറ്റ് ആകണമെങ്കിൽ ആദ്യം ആമസോണിന്റെ സൈറ്റിൽ വന്ന് നമ്മൾ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഞാൻ നേരത്തെ കാണിച്ച സെൽ ഓൺ ആമസോണിന്റെ അടിയിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഇവിടെ നമ്മുടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആണ് കൊടുക്കേണ്ടത്.
ആമസോൺ അസോസിയേറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. സോ ആമസോൺ അസോസിയേറ്റ്സിലൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യപ്പെടും കമ്മീഷൻസ്. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരു ലിങ്കാണ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആമസോൺ അസോസിയേറ്റിന്റെ ഒരു ലിങ്കാണ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്മീഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒരു സുഹൃത്തോ ആരെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു, ഒരു ലാപ്ടോപ്പ് മേടിക്കുന്നു. സോ അത് അവർ ആമസോണിൽ കയറി നേരിട്ട് മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു കമ്മീഷനും കിട്ടത്തില്ല. നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കമ്മീഷൻ കിട്ടും. 2%, 3% അങ്ങനെ കമ്മീഷൻ കിട്ടും. എന്നാവട്ടെ അവർക്ക് എക്സ്ട്രാ പൈസ ആമസോണിന് കൊടുക്കേണ്ട. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന അഫിലിയേറ്റ് ലിങ്ക് വഴി പോയി ഒരാൾ പർച്ചേസ് ചെയ്താലും അവർ നേരിട്ട് പോയി ആമസോണിൽ കയറി പർച്ചേസ് ചെയ്യാൻ രണ്ടിനും ഒരേ പ്രൈസാണ്. അപ്പോൾ നമുക്ക് തരുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ആമസോണിന്റെ പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് അവർ കമ്മീഷൻ തരുന്നത്. സോ അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഒരു റിസ്ക്കും ഇല്ല, അഫിലിയേറ്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു റിസ്ക്കും ഇല്ല. സോ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ വേറെ അക്കൗണ്ട് വഴി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ മേടിക്കുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. സോ അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. കാരണം നമ്മളിപ്പോൾ എല്ലാവർക്കും ഉള്ളത് ചിലപ്പോൾ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കും. ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമായിട്ട് നമ്മൾ പോകുന്നതിന് ചില റിസ്കുകളുണ്ട്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ആക്ച്വലി മറ്റ് വരുമാന സ്രോതസ്സുകൾ കൂടി നമ്മൾ ഉണ്ടാക്കണം എന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത്. ഓക്കെ, വളരെ ഫേമസ് കൊട്ടേഷൻ ഉണ്ട് ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ പാസീവ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേമസ് കൊട്ടേഷൻ വാരൻ ബഫറ്റ് എന്ന് പറയുന്ന കോടീശ്വരനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വരുമാനം വരുന്നൊരു സംവിധാനം നിങ്ങൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഹാവ് ടു വർക്ക് അണ്ടിൽ യു ഡൈ, മരിക്കുന്നവരെ ജോലി ചെയ്യേണ്ടി വരും. ശരിയല്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും വരുമാനം വരുന്ന ഒരു എക്സ്ട്രാ വരുമാന സ്രോതസ് നമ്മൾ ചെയ്തു വെച്ചില്ലെങ്കിൽ നമ്മൾ എക്കാലവും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണ്ടേ. ജോലി ചെയ്യുന്നത് എന്ന് നിർത്തുന്നു അന്ന് നമുക്ക് വരുമാനം ഇല്ലാതായി പോകും. അതേസമയം നമ്മൾ ഈ എക്സ്ട്രാ വരുമാനം വരുന്ന സംവിധാനം സെറ്റ് ചെയ്യുക. സോ അതിന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങുന്നു അത്രയും നേരത്തെ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള സംവിധാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളതാണ്. സോ ഈ അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട്? ക്യാൻ ഐ യൂസ് ബോത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ക്യാൻ ഐ യൂസ് ബോത്ത് ഓപ്ഷൻ, ഡു വി നീഡ് വെബ്സൈറ്റ് ഓർ ക്യാൻ വി ഡൺ ത്രൂ FB എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രണ്ട് ഓപ്ഷനും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് വെബ്സൈറ്റ് വേണമെന്ന് ചോദിക്കുന്നത്, ആക്ച്വലി വെബ്സൈറ്റ് വേണം യഥാർത്ഥത്തിൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ. പ്രത്യേകിച്ച് അപ്രൂവൽ കിട്ടാൻ പറ്റും. അപ്രൂവൽ കിട്ടിയതിന് ശേഷം അത് നമുക്ക് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മിക്സോ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ക്ലോസിംഗിലേക്ക് വരികയാണ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അവരുടെ ഗ്രൂപ്പിന് ഓഫർ കഴിഞ്ഞു എന്ന് പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത്? ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ ആക്ച്വലി 14,500 ആണ് വരുന്നത്. അവർക്ക് മെസ്സേജ് അയക്കുക. മറ്റുള്ള നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. എനിക്കല്ല മെസ്സേജ് അയക്കേണ്ടത്, നമ്മുടെ എക്സിക്യൂട്ടീവിന് ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയക്കുക. കാരണം അവരാണ് ആക്ച്വലി ആ ഗ്രൂപ്പിൽ അത് കൈകാര്യം ചെയ്യുന്നത്, നിങ്ങളുടെ അഡ്മിഷൻസും എൻക്വയറീസും. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത് അവർക്ക് മെസ്സേജ് അയക്കുക. നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയക്കുക. ഓക്കെ, ഇതേപോലെ അവർ മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും ഗ്രൂപ്പിനകത്ത്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻട്രസ്റ്റഡ് എന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് റിപ്ലൈ തരാനും കോഴ്സിലേക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഓൺലൈൻ കോഴ്സും ഓഫ്ലൈൻ കോഴ്സും എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓഫർ ഫീസ് എന്ന് പറയുന്നത് 6,500 ആണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ. സോ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മാസത്തെ ലൈവ് ക്ലാസ്സുകളും 1 വർഷത്തേക്കുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ 1 വർഷത്തേക്കുള്ള റെക്കോർഡിങ്സും ആണ് അതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ നിരവധി ബോണസുകളും അതേപോലെ തന്നെ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്സസും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ലഭിക്കും. ഓക്കെ, ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പ്ലേ ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓരോ ലൈവ് ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഇതിനകത്ത് ആ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ആ റെക്കോർഡിങ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. ഇത് കൂടാതെ സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. സപ്പോർട്ട് എന്ന് പറയുന്നത് ലോങ് ടൈം സപ്പോർട്ടാണ്. കാരണം പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും എവിടെയെങ്കിലുമൊക്കെ സംശയം വരുന്നത്. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്യാൻ നമുക്ക് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു സംവിധാനം നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അത് കൂടാതെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും കൂടാതെയുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ വർഷത്തിൽ ഒരിക്കൽ ആണ് ആക്ച്വലി നമ്മളിത് കണ്ടക്ട് ചെയ്യാറുള്ളത്. അത് വരുന്നത് കൊച്ചി, കോഴിക്കോട് അതുപോലെ തന്നെ തിരുവനന്തപുരം. ഓക്കെ, കൊച്ചിയിൽ മറ്റന്നാളാണ് നടക്കാൻ പോകുന്നത്. ഇനി അതിന് 4 സീറ്റിൽ ഇപ്പം ഇന്ന് ബുക്കിംഗ് അതിനകത്ത് ആയിട്ടുണ്ടെങ്കിൽ
അത് കഴിഞ്ഞിട്ടുള്ള സീറ്റ് ആയിരിക്കും അതിന് ഉണ്ടാവുന്നത്. കാലിക്കറ്റിൽ ഏതാണ്ട് 7-8 സീറ്റ് അവൈലബിൾ ആണ്. തിരുവനന്തപുരത്തും അതേപോലെ തന്നെ 10 സീറ്റ് താഴെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 2000 അടച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. ബാലൻസ് പേയ്മെന്റ് 3500 രൂപ അവിടെ വരുമ്പോൾ പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം തൽക്കാലം നമുക്ക് ക്ലോസിംഗിലേക്ക് വന്നു. കോഴ്സ് എപ്പോഴാണ് തുടങ്ങുന്നത്? കോഴ്സ് ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ആക്സസ് കിട്ടും. ഇന്ന് തന്നെ ആക്സസ് കിട്ടും. ഫസ്റ്റ് ലൈവ് ക്ലാസ് വരുന്നത് ചൊവ്വാഴ്ചയാണ്. ഓക്കെ, ഓഫ്ലൈൻ ഓൺലൈൻ ആണെങ്കിൽ ഫസ്റ്റ് ലൈവ് ക്ലാസ് വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എപ്പോഴാണ് ജോയിൻ തുടങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യമേ വേണ്ട. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങൾക്ക് പഠനം ആരംഭിക്കാൻ സാധിക്കും. അതാണ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്സസ് തരുന്നത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ. കാരണം ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് ആക്ഷൻസ് എടുത്ത് തുടങ്ങാൻ സാധിക്കും. സപ്പോർട്ട് സ്റ്റാഫുള്ള നമ്പറുകൾ കിട്ടും. ഫസ്റ്റ് ലൈവ് ക്ലാസ് ചൊവ്വാഴ്ച ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം തൽക്കാലം നമുക്ക് ക്ലോസ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിനും. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ്. കാരണം പല ക്ലാസ്സുകളും നമ്മൾ കാണുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, വിജേഷ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. വിജേഷ് ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻ ഉണ്ടോ? വിജേഷ് ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അൺമ്യൂട്ട് കൊടുത്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ ഓരോ ക്ലാസ്സിൽ കഴിയുമ്പോഴത്തേക്കും അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അസൈൻമെന്റ്സ് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.